കാരണം ജൂൺ ജൂലൈയിൽ ഡെങ്കിപ്പനി വരും. ഡെങ്കിപ്പനി വരുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു. ശോഭനയ്ക്ക് വരുന്നത് പോളിസൈത്തീമിയ റൂബ്രാവെറ എന്നാണ് പറയുന്നത്. ആഞ്ചലീന ജോളി ഇതുപോലെ അവരുടെ ജീൻ സീക്വൻസ് ചെയ്തിട്ട് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി അവരുടെ 2 ബ്രസ്റ്റ് ഒരു റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ്. അതാണ് ഷീ ഹാഡ് 85% ചാൻസസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, സോ ഷീ റിമൂവ്ഡ്. അപ്പോൾ അതിനുള്ള മ്യൂട്ടേഷൻ ആളുടെ ജനറ്റിക് സീക്വൻസിങ് ചെയ്തപ്പോൾ കിട്ടി. നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ടോപ്പ് 5 ഭക്ഷണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. നോൺ വെജ് ആണെങ്കിൽ ഈ മീറ്റ്, ചിക്കൻ, മട്ടൻ, ബീഫ്. മട്ടൻ്റെ ലിവർ. വെജ് ആണെങ്കിൽ നമ്മുടെ ധാന്യവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ, രാജ്മ, കടല, പയർ, പച്ചില, ചീര, പാലക്ക്. അതൊക്കെ നമ്മൾ മെസ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മെസ്സിയുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ടാറ്റു ഒക്കെ കംപ്ലീറ്റ് ഫുൾ കാലുമ്മലും കൈമ്മലും കംപ്ലീറ്റ് ടാറ്റു ആയിരിക്കും. പക്ഷെ റൊണാൾഡോന്റെ ഷർട്ടില്ലാത്ത ആഘോഷം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു ടാറ്റു പോലും കാണില്ല. അതിൽ ഈ ഒരു റീസൺ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആണ് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ഭയങ്കര ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷന്റെ ഒരു ഭയങ്കര വക്താവാണ്. ആദ്യമായിട്ടാണ് എൻ്റെ മുന്നിലിരുന്ന ഒരാള് ബർത്ത്ഡേക്ക് നമ്മൾ കാശ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നല്ലാണ്ട് രക്തം കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. ഞാൻ പക്ഷെ ദാറ്റ് ഈസ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മൾ ആലോചിച്ചിട്ടില്ല അങ്ങനെ. ബ്ലഡ് കൊടുക്കാൻ പാടില്ലാത്ത, അതായത് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞ നമ്മളൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് അതിൽ പറയാം? നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ടോപ്പ് 5 ഭക്ഷണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും പറഞ്ഞോ. വെജിറ്റേറിയൻ ഓപ്ഷൻസും നോൺ വെജ് ഓപ്ഷൻസും പറഞ്ഞു. അപ്പം നോൺ വെജ് ആണെങ്കിൽ ഈ മീറ്റ്, ചിക്കൻ, മട്ടൻ, ബീഫ് ഇതെല്ലാം കഴിച്ചാൽ അത് കാരണം അതിലുള്ളത് എന്താ ഈ പറഞ്ഞ നമ്മുടെ ബീഫൊക്കെ ചുമന്നിരിക്കാൻ എന്താ കാരണം എന്നറിയോ? ഈ പറഞ്ഞ ഹിമോഗ്ലോബിനും മയോഗ്ലോബിനൊക്കെയാണ് ഉള്ളതുകൊണ്ടാണ്. അതാണ് ഈ ചുമന്നിരിക്കുന്നത്. നമ്മുടെ ഈ മസിലുകളെല്ലാം ചുമന്നിരിക്കാൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റേ ഓടാൻ നേരത്ത് നമുക്ക് ഓക്സിജൻ വേണം. ഈ മസിലുകൾക്കെല്ലാം ഓക്സിജൻ, ഈ RBCക്ക് ഒരു റോൾ ഉണ്ട് അങ്ങനെ ചുമന്നിരിക്കുന്നത്. അതുകൂടാതെ റെഡ് മീറ്റ് ഇസ് ഗുഡ് ബ്ലഡ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് പക്ഷെ നല്ലതല്ല. ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ കൂടും. മയോഗ്ലോബിനും കൂടെ അതിന് റോൾ ഉണ്ട് ഈ പറഞ്ഞ ചുമന്നിരിക്കുന്നതിന്. അതുപോലെ ഈ ഫിഷൊക്കെ തുറക്കുമ്പോൾ മറ്റേ ട്യൂണയുടെ ഫിഷൊക്കെ മീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചില ഭാഗം ചുമന്നിരിക്കുന്നത് കാണാം. കാരണം അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ മയോഗ്ലോബിനും ഹിമോഗ്ലോബിനൊക്കെ അവിടെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ചുമന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി മീറ്റുകളല്ല. മട്ടൻ്റെ ലിവർ. വൈ? ബിക്കോസ് മട്ടൻ്റെ ഈ ലിവർ, എല്ലാ ലിവറിലും നമ്മൾ അയൺ സ്റ്റോറേജ് ഉണ്ട്. അയൺ ലിവർ ഇസ് എ സ്റ്റോറേജ് സ്പേസ് ഫോർ അയൺ. അപ്പം ഈ മട്ടൻ്റെ ലിവറിൽ ഒരുപാട് അയൺ ഉള്ളത് കൊണ്ട് മട്ടൻ്റെ ലിവർ കഴിച്ചാൽ നമുക്ക് അയൺ കിട്ടും. ഡയറക്റ്റ് ഹിമോഗ്ലോബിൻ അല്ല, അയൺ കിട്ടി. ഈ ഹിമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൂടും. ഇത് നോൺ വെജ്. വെജ് ആണെങ്കിൽ നമ്മുടെ ധാന്യവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ, ഈ പറഞ്ഞ രാജ്മ, കടല, പയർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പിന്നെ ഈ പച്ചില, ചീര, പാലക്ക് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ ഈ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സിക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ അതിന് തൊട്ട് മുൻപോ പുറകിലോ ആയിട്ട് ഓറഞ്ച് ജ്യൂസ്, പോമഗ്രനേറ്റ് ജ്യൂസ്, ക്രാൻബെറി ജ്യൂസ്, ബ്ലൂബെറി ജ്യൂസ് ഇതൊക്കെ കഴിക്കണേ. എല്ലാം വില കൂടിയ സാധനങ്ങളാണ്. ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ വെറുതെ കഴിക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അയണിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ വൈറ്റമിൻ സി ആയിട്ട് കഴിച്ചാലും മതി. അപ്പോൾ നമ്മുടെ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടും. അതൊന്നും കൂടെ ഗുണമുള്ളതാവും. അപ്പം അയൺ എന്തിനാ? അയണാണ് നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് വേണ്ട സാധനം. നമ്മൾ ബേസിക്കലി ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ കഴിക്കാം. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. യൂഷ്വലി നമ്മൾ ആരോഗ്യത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി. പറയാൻ തന്നെ കഷ്ടപ്പാടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ ഓർഗനെ ബാധിക്കുന്ന കാര്യമല്ല, സമ്മതിക്കുന്ന കാര്യമല്ല, ഇത് നമ്മുടെ ഹോൾ ബോഡിക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഒരു എക്സ്പേർട്ടിനെ പിടിച്ച് മുന്നിലെടുത്തിട്ടുണ്ട്. വി ഹാവ് ഡോക്ടർ ആന്റോണിയോ ഫ്രം മെഡിക്കൽ റെസ്റ്റ് ഹോസ്പിറ്റൽ. ഡോക്ടർ, വെൽക്കം ടു ആരോഗ്യം. താങ്ക് യു. ഇതിപ്പോൾ ബേസിക്സ് എന്ന് തുടങ്ങണം, കാരണം ഞാൻ പേര് തന്നെ പറയാൻ എനിക്ക് പാടായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ. You are the consultant transfusion medicine, അല്ലേ? മെഡിക്കൽ റെസ്റ്റ് ഹോസ്പിറ്റൽ. വാട്ട് എക്സാക്ട്ലി ഇസ് ദാറ്റ്? എൻ്റെ ഡെസിഗ്നേഷൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാം. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഏരിയയാണ്. അപ്പം എവിടെയൊക്കെ ബ്ലഡ് കയറ്റുന്നോ, ബ്ലഡ് ഒരു ചെയിനാണത്, ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ ഒരാൾ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു, അതിനെ ഫ്ലബോട്ടമി ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുന്നു, അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, പേഷ്യൻറ്റിന് കൊടുക്കുന്നു, പേഷ്യൻറ്റിന് കയറ്റുന്നു. ഇത്രയും പ്രോസസ്സുകളുണ്ട് അതിൽ. ഇത് ഒരു ചെയിനാണ്. ഇത് മൊത്തം കവർ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് പ്രോസസ്സ് ഉണ്ട്. ഇവരെ കൗൺസിൽ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക,
തുടർന്ന് വീണ്ടും 3 മാസം അല്ലെങ്കിൽ 4 മാസം ഇടവിട്ട് അവരെ വീണ്ടും വിളിച്ച് വരുത്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കുക. ഇതൊരു വലിയൊരു ചെയിൻ പ്രോസസ്സാണ്. അതാണ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ. ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ സൈഡും കൂടി ഉണ്ട്. അതായത് പേഷ്യൻ്റ് ബ്ലഡ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് ഇപ്പം ഒരാൾക്ക് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് ചോദിക്കുന്നു കൊടുക്കുന്നു, ഒരു യൂണിറ്റ് ബ്ലഡ് വേണം ചോദിക്കുന്നു കൊടുക്കുന്നു, അത് ഹോൾ ബ്ലഡ് ആയിട്ടാണ് കൊടുക്കുക. ഇപ്പം അങ്ങനെയല്ല, കൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം ഒരാൾക്ക് ബ്ലഡ് വേണമെങ്കിൽ അത് എന്തിനാണെന്നും കൂടെ ചോദിക്കും. അത് പ്ലേറ്റ്ലെറ്റ് ആണോ വേണ്ടത്, പ്ലാസ്മയാണോ, റെഡ് സെല്ലാണോ വേണ്ടത്, ചുവന്ന രക്താണുക്കളാണോ വേണ്ടത്. ഇപ്പം ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഇന്നത്, അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കുറയുമ്പോൾ ഇന്നത്, അങ്ങനെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതാണ് ഒരു ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ. ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പം സോളിഡ് ഓർഗൻസ്, ലിവറിന് വേണ്ട, അതുകൂടാതെ ലിവർ ഒഴികെയുള്ള കിഡ്നി, ഹാർട്ട്, പാങ്ക്രിയാസ്, ഈ അവയവങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ HLA മാച്ച് ആണോ എന്ന് നോക്കണം. അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പേഷ്യൻറ്റിന് ബ്ലഡ് കൊടുക്കുമ്പോൾ ബ്ലഡ് മാച്ച് ആണോ എന്ന് നോക്കും. മഞ്ജുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? ഓ പോസിറ്റീവ്. അപ്പോൾ ഓ പോസിറ്റീവ് ഉള്ള ഒരാൾക്ക് ഓ പോസിറ്റീവ് തന്നെ തരണം. ഞാൻ AO BO ABO തന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ ആവും, പ്രശ്നമാവും അത്. അപ്പം ഇത് നമ്മൾ മാച്ച് ആണോ എന്ന് നോക്കും. ഒരു O തന്നെയായിരിക്കും തരുന്നത്, അത് ക്രോസ് മാച്ച് ചെയ്തത് ആണോ അല്ലയോ, മാച്ച് ആണോ അല്ലയോ എന്നൊക്കെ നോക്കും. ഇതേ പ്രോസസ്സ് തന്നെ നമ്മുടെ ഓർഗനും ചെയ്യണം. അപ്പം ഈ പറഞ്ഞ ബ്ലഡ് മാച്ച് ചെയ്യാൻ നോക്കുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ കുറേ കോമ്പണൻ്റ് ഉണ്ട്. RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. അപ്പോൾ ഈ RBCനാണ് നമ്മൾ റെഡ് ബ്ലഡ്, അത് മാച്ച് ആണോ എന്നാണ് ഇപ്പോൾ നോക്കിയത്. അത് O പോസിറ്റീവ്, ഇപ്പോൾ എൻ്റെ B പോസിറ്റീവ് എടുത്ത് അങ്ങോട്ട് തരികയാണെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബ്ലഡിൻ്റെ കാര്യം. അപ്പോൾ ഈ O പോസിറ്റീവ് എന്ന് പറയുന്നത് RBC ആണോ? കുറേ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 40 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ O പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ 2 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ചേർത്ത് പറയുന്നതാണ് ഈ O പോസിറ്റീവ് എന്ന്. O എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ഇപ്പോൾ A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ A, B ആൻറ്റിജൻ ഉണ്ടെങ്കിൽ B, ഇത് രണ്ടും ഇല്ലെങ്കിൽ O, രണ്ടും ഉണ്ടെങ്കിൽ AB. അപ്പോൾ അത് ഒരു സിസ്റ്റം. ഒരു D എന്ന് പറഞ്ഞുള്ള ആൻറ്റിജൻ ഉണ്ട്, ക്യാപിറ്റൽ D, അതുണ്ടെങ്കിൽ പോസിറ്റീവ്, അതില്ലെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ O പോസിറ്റീവ്, O നെഗറ്റീവ്, B പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഓർഗൻസ് മാറ്റി വയ്ക്കുമ്പോൾ, കിഡ്നിയും ഈ പാങ്ക്രിയാസ് ഒക്കെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് മാച്ച് ആണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ എൻ്റെ ബോഡി റിജക്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ പേഷ്യൻ്റ് നമ്മുടെ ബോഡി HLA. അപ്പോൾ അത് HLA എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ, അതൊരു സിസ്റ്റമാണ്. സെൽഫ് വേഴ്സസ് നോൺ സെൽഫ്, അതായത് എൻ്റേതല്ലാത്ത സാധനങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിജക്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ബേസിക്കലി HLAയുടെ ഒരു ഫോറിൻ ബോഡി റിജക്ട് ചെയ്യുന്നു. അപ്പം അത് ഈ HLA മാച്ച് അല്ലാത്ത ഓർഗനെയാണ് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് അപ്പം റിജക്റ്റ് ആയിപ്പോവും. അത് ഓൺ ടേബിൾ റിജക്ഷനോ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അക്യൂട്ട് റിജക്ഷൻ, പിന്നെ ക്രോണിക് റിജക്ഷൻ. അപ്പോൾ ഇത് പ്രോപ്പർലി ഇത് ടെസ്റ്റ് ചെയ്തിട്ടല്ല, ഇത് ഒറ്റ ഒരു ടെസ്റ്റ് അല്ല, ഒരു റേഞ്ച് ഓഫ് ടെസ്റ്റാണിത്. ഇതെല്ലാം ചെയ്ത് അപ്രോപ്രിയേറ്റായി പെർഫെക്റ്റ് മാച്ച് കിട്ടണമെന്നില്ല, നമുക്ക് അവിടെ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അതിന് പല ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളും ചെയ്ത് അതിൻ്റെ ആൻറ്റിബോഡിയുടെ അളവൊക്കെ കുറച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ശാഖേനെയാണ് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. അതായത് ഈ ഓർഗൻ മാറ്റി വയ്ക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു റേഞ്ച് ഓഫ് ടെസ്റ്റുകൾ അതിനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി. അതായത് ആ ഓർഗൻ മാറ്റി വയ്ക്കുന്നതിന് മുന്നേ അത് ഓക്കെ ആണോ, അത് കൊടുക്കുന്ന ആൾക്ക്, അതായത് വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും ഇടയിലുള്ളൊരു ബ്രിഡ്ജ് പോലെ അല്ലേ, അതിന് മുന്നേ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിത് രണ്ടും നോക്കുന്നുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ബ്ലഡ് ബാങ്കും ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് നമ്മളൊരു ബ്ലഡ് ആവശ്യമുള്ള രോഗിക്ക് ബ്ലഡ് കൊടുക്കുന്നു, ഹോൾ ബ്ലഡ് കൊടുക്കുന്നു. ഇപ്പം അത് മാറി ഇന്നത് എന്താണോ കോമ്പണന്റ് മിസ്സിംഗ് അതാണ് കൊടുക്കുന്നത്. അതിന് അവിടെ പറയേണ്ടതാണ് ഈ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞ് പ്രിസിഷൻ അറ്റാക്ക്, അതായത് ഏത് ഏരിയ ടാർഗറ്റ്, ആ ഏരിയ മാത്രം മിസൈൽ വെച്ച് തകർത്ത് കളഞ്ഞു. അതുപോലെ ഇപ്പോൾ പ്രിസിഷൻ മെഡിസിൻ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പാക്സെല്ല് വേണ്ട ആൾക്ക് പാക്സെല്ല് മാത്രം കൊടുക്കുന്നു. അതിനൊക്കെ നമ്മൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയും. അതിൻ്റെ ഒരു പല വെർഷനുകളാണ് ഈ പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി ടെസ്റ്റുകളൊക്കെ. നമുക്ക് എവിടെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഏരിയ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്ത് അതിനെ മാത്രം ടെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി മാത്രമുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അങ്ങനെ മെഡിക്കൽ സയൻസിൽ എന്തോരം ഡിപ്പാർട്ട്മെൻറ്റുകളല്ലേ. ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പം ചുമ്മാ സാധാരണക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ വാക്കുകളൊക്കെ എടുത്തെറിയും, ചുമ്മാ സെലിബ്രിറ്റി ആവും. ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി ആക്ച്വലി കേരളത്തിൽ ഇപ്പോൾ വേറെ എവിടെ ഉണ്ടാവില്ല, അത് ഇപ്പോൾ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഇപ്പം ആർക്കും അറിയാൻ വഴിയില്ല. ഇപ്പം ഞാൻ പലരോട് ഈ പറഞ്ഞ പോലെ ഒരു 2 സെൻറ്റൻസ് എഡ്യൂക്കേഷൻ ഞാൻ ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുക.
ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി 8 കൊല്ലമായി. ഇപ്പോഴും ആളുകൾക്ക് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്താണെന്ന് അറിയില്ല, പക്ഷേ ബ്ലഡ് ബാങ്ക് എന്താണെന്ന് അറിയാം. അതറിയാം. അപ്പോൾ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കളക്ഷൻ പ്രോസസ്സ് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. അതിൻ്റെ പുറകിലും മുൻപിലും ഒരുപാട് വേറെ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതലും കോമൺ ആളുകൾ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ഡൊണേഷൻ ഇങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്ക് ടു ബിഗിൻ വിത്ത് നേരത്തെ ആദ്യം പറഞ്ഞ ഈ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനെ കുറിച്ച് പറയാം, അതായത് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച്. വി സേ രക്തദാനം മഹാദാനം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റിൽ അത് കൊടുക്കാൻ ആളുകൾക്ക് ഇപ്പോഴും മടിയുണ്ട്. രക്തദാനത്തിന് നമ്മൾ ആളുകളോട് അങ്ങോട്ട് ചെന്ന് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. വൈ ഡു യു തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? അതായത് എന്തുകൊണ്ട് ആൾ മടിക്കുന്നു, മടിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ? ഈ രക്തദാനം മഹാദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ എപ്പോഴും പറയുന്നതിന് ഒരു കാരണം ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ആദ്യം ചോദ്യത്തിന് ഉത്തരം പറയാം. ആളുകളുടെ ഒരു മിത്തും പഴയ പുറകിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു ഇനേർഷ്യയാണ്. അതിനാരുടെ ഇൻവിറ്റേഷനായി കാത്തു നിൽക്കാതെ 3 മാസം കൂടുമ്പോൾ ഇടവിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ കാര്യം. അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇനി ഇതിൻ്റെ പുറകിലെ കാര്യങ്ങൾ പറയാം. ഈ ബ്ലഡ് ഡൊണേഷൻ, ഈ രക്തദാനം മഹാദാനം ഇപ്പോഴും അത് പ്രസക്തമായിരിക്കുന്നതിന് കാരണമുണ്ട്, ഇപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന കാരണം ഇപ്പോഴും ഈ ബ്ലഡിന് റീപ്ലേസ്മെൻ്റ് ആയ ഒരു ആർട്ടിഫിഷ്യൽ സാധനം ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല. ആർട്ടിഫിഷ്യൽ ബ്ലഡ് പലയിടത്തും ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ജപ്പാനിൽ 2 ആഴ്ച മുന്നേ ഒരു പേപ്പറൊക്കെ വന്നായിരുന്നു. അവർ ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ അത് ക്ലിനിക്കൽ യൂസിലേക്ക് വരണമെങ്കിൽ ഇനി ഒരുപാട് അത് ടെസ്റ്റ് ചെയ്യണം. ഹൗ ഇഫക്റ്റീവ്, അത് എത്രത്തോളം കോമണേഴ്സിന് യൂസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പം അത് വരുമായിരിക്കും. മേ ബി ഒരു 10-20 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ബ്ലഡ് വരുമായിരിക്കും. പക്ഷെ അതുവരേക്കും നമുക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ ആർക്കൊക്കെ ബ്ലഡ് ആവശ്യമായി വരുന്നുണ്ടോ അവർക്കൊക്കെ ഹ്യൂമൻ ബ്ലഡ് തന്നെ വേണം. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിപ്പോൾ ആരെങ്കിലും ഒരാൾ അത് ഡൊണേറ്റ് ചെയ്ത് ഒരാളുടെ ബ്ലഡ് ഇങ്ങോട്ട് കിട്ടി അതിനെ കോമ്പണൻ്റ് ആക്കി സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ഇപ്പോഴും രക്തദാനം മഹാദാനം എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യാം, അത് പോയാൽ പോയി, അതായത് ഒരെണ്ണം പോയാൽ പിന്നെ തിരിച്ചവിടെ റീജനറേഷൻ ഒന്നും ഇല്ല. ലിവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്ത് വരും. പക്ഷെ അപ്പോഴും അതിങ്ങനെ എല്ലാ 4 മാസം കൂടുമ്പോഴൊന്നും ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഹാർട്ടും ഇതുപോലെ തന്നെ പോയാൽ പോയി, പിന്നെ അത് ഡൊണേഷൻ ഇല്ല. ബ്ലഡ് അങ്ങനെയല്ല. ബ്ലഡ് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ വീണ്ടും ഈ സാധനം അതുപോലെ തന്നെ ആ വോളിയം റീപ്ലേസ് ചെയ്ത് വരും, വീണ്ടും നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ പലരും 30, 40, 60 തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. അതുകൊണ്ടാണ് ഇപ്പോഴും ബ്ലഡ് ഡൊണേഷൻ ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ ഇപ്പോഴും പറയുന്നത്. അപ്പം ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പലരോടും ചോദിക്കുമ്പോൾ എന്തേ കൊടുക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും എന്നോട് ആരും ചോദിച്ചിട്ടില്ല, എൻ്റെ ഫാമിലിക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എവിടെയെങ്കിലൊക്കെ ഇപ്പം എൻ്റെ ഫാമിലി എന്നുള്ളതൊരു ചെറിയ കൺസെപ്റ്റാണ്. ഒരു ബ്രോഡർ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഫാമിലികൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവർക്കൊക്കെ ബ്ലഡ് ആവശ്യമായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ബ്ലഡ് ബാങ്കിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഡോണേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം പലരും ബുദ്ധിമുട്ടും. പെട്ടെന്ന് ഒരു ക്രൈസിസ് സിറ്റുവേഷനിലായിരിക്കും ബ്ലഡ് ആവശ്യം വരിക. ആ ആൾക്ക് ആ ക്രൈസിസ് സിറ്റുവേഷനിൽ ബ്ലഡ് അറേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ നടക്കണ കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ആർക്കെങ്കിലും ബ്ലഡ് ആവശ്യമാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന അതേ ബ്ലഡ് ആയിരിക്കില്ല ഇഷ്യൂ ചെയ്യുന്നത്. ബ്ലഡ് ബാങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ട് അവിടെ. ആ ഇൻവെന്ററിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് ഇപ്പം ആവശ്യമാണെങ്കിൽ ഇപ്പം എടുത്ത് കൊടുക്കുക, അല്ലാണ്ട് ഞാൻ നിങ്ങളാളെ തരുമെന്നും പറഞ്ഞിരിക്കില്ല. പക്ഷെ അത് റീപ്ലേസ് ചെയ്യണം. കാരണം നാളെ ഇതുപോലെ വേറൊരാൾ വരും, ഒരു പ്രഗ്നന്റ് ലേഡി, ഒരു എക്ടോപിക് പ്രഗ്നൻസി റപ്ചർ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾ വരും. ആ ആൾക്ക് എനിക്ക് അതേ സമയത്ത് റാപ്പിഡായിട്ട് എടുത്ത് കൊടുക്കണമെങ്കിൽ എനിക്ക് മുന്നേ കൊടുത്ത ആളുകൾ ഇതുപോലെ എനിക്ക് തന്നാൽ റീപ്ലേസ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ ഇവിടെ ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വളരെ കുറവാണ്. അതായത് സ്വന്തം ഇഷ്ടത്തിൽ വന്ന് ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് കുറവാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് റിപ്പീറ്റ് ബ്ലഡ് ഡൊണർ. അതായത് സ്വമേധയാ മറ്റ് ലാഭേച്ഛകളൊന്നും പ്രതീക്ഷിക്കാതെ 3-4 മാസം ഇടവിട്ട് കണ്ടിന്യൂസ് ആയി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വിദേശത്തൊക്കെ ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇവിടെ അതിൻ്റെ അളവ് വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിക്ക് ആവശ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് കൊടുത്താലേ ഈ പ്രോസസ്സ് ഒരു ലൈഫ് ഈസ് എ ചെയിൻ. എല്ലാം ഒരു ക്രൈസിസ് ഇല്ലാണ്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ഈ ജൂൺ ജൂലൈ മാസത്താണ് ഏറ്റവും പ്രശ്നം വരിക. കാരണം ജൂൺ ജൂലൈയിൽ ഡെങ്കിപ്പനി വരും. ഡെങ്കിപ്പനി വരുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു, നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കണം. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഞാൻ ഒരാളുടെ ഞാൻ ഒരു ചെയിൻ പറയാം, ആ പ്രോസസ്സ് പറയാം. ഇപ്പം ഞാനൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ പോകുന്ന എൻ്റെ ഒരു 450 ml ബ്ലഡ് എടുക്കുന്നു. പ്രൊവൈഡഡ് ആയ ഞാൻ ആ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്തുവെന്നുണ്ടെങ്കിൽ ആ 450 ml നമ്മളൊരു കോമ്പണൻ്റ് ആക്കും, 3 ഘടകങ്ങളാക്കും: പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, റെഡ് ബ്ലഡ് സെല്ല്. ഇതിൽ ഓരോന്നിനും ഓരോ ഷെൽഫ് ലൈഫാണ്. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ 5 ദിവസത്തേക്ക് മാത്രമേ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1-ാം തീയതി കളക്ട് ചെയ്തൊരു സാധനമാണെങ്കിൽ 5-ാം തീയതി ഞാൻ എടുത്ത് കളയണം, കാരണം പിന്നെ വെച്ചിട്ട് കാര്യമില്ല, അതിനുള്ള ബാക്ടീരിയ വളരും. പ്ലാസ്മ ആണെങ്കിൽ 1 വർഷം എനിക്ക് -90 ഡിഗ്രിയിലൊക്കെ സ്റ്റോർ ചെയ്യാം. പ്ലേറ്റ്ലെറ്റ് പറഞ്ഞു 5 ദിവസം, പാക്സെല്ലാണെങ്കിൽ ഒരു 35 മുതൽ 42 ദിവസം വരെ, ഒരു മാസം.
ഇപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡെങ്കിപ്പനി വരുന്ന സീസൺ ജൂൺ ജൂലൈ കാലത്ത് ഈ 5 ദിവസമേ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യൻസിനാണെങ്കിൽ ഡെങ്കി ഇങ്ങനെ വന്ന് ബെഡ് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇവർക്കൊക്കെ പ്ലേറ്റ്ലെറ്റ് ആവശ്യം വരും. ഒരു പ്ലേറ്റ്ലെറ്റ് അല്ല, ഒരാൾക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് 6, 7, 8, 10 പ്ലേറ്റ്ലെറ്റ് ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എത്രത്തോളം പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കിയാലും ഇത് തികയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ കാലഘട്ടത്ത് ആളുകൾ മടിച്ച് നിൽക്കാതെ, ഇൻവിറ്റേഷനൊന്നും കാത്തു നിൽക്കാതെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ബർത്ത്ഡേക്ക് ഡൊണേറ്റ് ചെയ്യാം, അമ്മയുടെ ബർത്ത്ഡേക്ക് ഡൊണേറ്റ് ചെയ്യാം, അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഡൊണേറ്റ് ചെയ്യാം, വെഡിങ് ആനിവേഴ്സറിക്ക് ഡൊണേറ്റ് ചെയ്യാം, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും കാരണമൊക്കെ കണ്ടെത്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ മുന്നിലിരുന്ന ഒരാൾ ബർത്ത്ഡേക്ക് നമ്മൾ കാശ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നല്ലാണ്ട് രക്തം കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. ഞാൻ പക്ഷേ ദാറ്റ് ഈസ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മൾ ആലോചിച്ചിട്ടില്ല അങ്ങനെ. ഞങ്ങൾ വെല്ലൂർ പഠിച്ച സമയത്ത്, ഞാൻ MD വെല്ലൂരാണ് പഠിച്ചത്. അവിടെ പഠിച്ച സമയത്ത് ബസ്സിൽ നമ്മൾ ബ്ലഡ് എടുക്കാൻ പോകും. അതായത് ബ്ലഡ് ഡൊണേഷനായിട്ട് ബസ്സുണ്ട്. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ പോകും. അതായത് കല്യാണം നടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ വെറുതെ പോവല്ല കേട്ടോ, നമ്മൾ ഓൾറെഡി കല്യാണം നടക്കുന്ന ആളുകളുമായി കണക്ട് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന ആളുകൾക്ക് ബ്ലഡ് ഡൊണേഷനുള്ള ഓപ്പർച്യൂണിറ്റി പെണ്ണും ചെറുക്കനായിരിക്കും ആദ്യം ഡൊണേറ്റ് ചെയ്യാം. കാരണം അത് പെണ്ണും ചെറുക്കനും ഡൊണേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന എല്ലാവരും ഡൊണേറ്റ് ചെയ്യും. അതിൽ അറ്റ്ലീസ്റ്റ് ശ്രമിക്കും. ഇതൊക്കെ ഒരു സൈക്കിളാണ്. അവർക്കാവാമെങ്കിൽ നമുക്കാവാലോ എന്നുള്ള ലൈനാണ്. ഈ മറ്റേ വെള്ളം സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പം നിങ്ങൾ മഞ്ജു ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ എൻ്റെ അടുത്ത് തിരിച്ചും കൂടി 2 കുപ്പി കയറ്റിത്തരാന്ന് പറഞ്ഞു. അതാ ഭയങ്കര കുറവ്. അപ്പൊ എന്താന്ന് പറയാ, അവിടെ HB കുറവായിരിക്കും. HB കുറവാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മനസ്സിൽ വരാം, ആഹാ എൻ്റെ HB കുറവാണ്, എങ്കിൽ ഞാൻ അത് കൂട്ടിയിട്ട് തന്നെ കാര്യം. അപ്പം നമ്മൾ എവിടെന്നെങ്കിലൊക്കെ തപ്പിപ്പിടിച്ച് നമ്മുടെ HB കൂട്ടും. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം മുമ്പ് 14 ആക്കിയിട്ടേ പോളൂ. അപ്പം നമുക്ക് 12.5 കുറവ് എടുത്ത് പറ്റൂല. അപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം 12.5 താന്നാൽ നമ്മൾ പിന്നെ ഉറപ്പായിട്ടും കഴിച്ച് മട്ടൻ്റെ ലിവർ, ബീഫ് അതൊക്കെ കഴിച്ചിട്ട് ഇത് നമ്മൾ കൂട്ടിയിട്ട് 14 ആക്കിയിട്ടേ പോവുള്ളൂ. അപ്പം അതൊരു ഒരു സൈക്കിൾ. അതും നല്ലതാണ് അല്ലേ, നമ്മുടെ അവസ്ഥ ബെറ്റർ ആക്കാനും നല്ലതാണ്. ബ്ലഡ് എൻ്റെ HB കുറവായിരിക്കാം അന്നും പറഞ്ഞ്, പക്ഷെ പോവാതിരിക്കരുത്. പോവാ ബ്ലഡ് ബാങ്കിൽ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് HB കുറവാന്ന് നമ്മൾ. അതും ഈ പറഞ്ഞ പോലെ മനസ്സാൽ അറിഞ്ഞ് അങ്ങനെ മുൻകൈ എടുത്ത് പോലല്ല. ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ നമുക്കിപ്പോൾ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുമല്ലോ, ഇന്ന ആൾക്ക് ബ്ലഡ് വേണമെന്ന്. അപ്പോൾ ഓപ്പോസിറ്റ് സിൻസ് ഇറ്റ് ഇസ് എ വെരി കോമൺ ഗ്രൂപ്പ്, അങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പോയി കൊടുക്കുന്നു മാത്രം. പക്ഷെ വോളണ്ടറിലി ഐ ഹാവ് ഡൺ ദാറ്റ്, ഐ വിൽ ഡു ദാറ്റ്. ഞാൻ ഇപ്പം ഈ ബ്ലഡ് കൊടുക്കുമ്പോഴേ, ബ്ലഡ് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള മിത്തുകളുണ്ടല്ലോ, ദാറ്റ് യു വോണ്ട് ടു ബേസ്റ്റ്, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയോ? ഏറ്റവും വലിയ ഞാൻ കണ്ടിട്ടുള്ള ജിമ്മിൽ പോകുന്ന വളരെ അധികായന്മാരായ ബോഡിയൊക്കെ ഉള്ള ആളുകൾ എന്ന് പറയും, അവർക്ക് ഭയങ്കര പേടിയാണ് ബ്ലഡ് കൊടുക്കാനായിട്ട്. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് എടുക്കും, പിന്നെ ഞാൻ വീക്കാവും, പിന്നെ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ഒന്ന് വീക്കാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ഒരുപാട് ബ്ലഡ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് വോളിയത്തിൻ്റെ 8% നമ്മൾ എടുക്കുന്നത് ഒരു നോർമൽ ഡൊണേഷൻ. അപ്പം 70 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഏകദേശം 4.9 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. 70 × 70 1 കിലോഗ്രാമിന് 70 മില്ലി എന്നുള്ള കണക്കിൽ. അപ്പോൾ 5 ലിറ്റർ, 5 ലിറ്ററിൻ്റെ 8%, 8%, 10% ആവാൻ പാടില്ല, 8% വരെ നമുക്ക് സേഫ്ലി ബ്ലീഡ് ചെയ്യാം. അതായത് 400, അങ്ങനെയാണ് 450 ml ആവുന്നത്. 450 ml 5000-ൻ്റെ 8%ആണ് 450. ആ 450 ml സേഫ്ലി ബ്ലീഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരുപാട് ബ്ലഡ് എടുക്കുന്നു ഇല്ല, എടുക്കില്ല. എല്ലാവരുടെയും ഞങ്ങളത് നോക്കിയിട്ട് വളരെ കുറച്ച്, നിങ്ങളുടെ മൊത്തത്തിൽ നിന്ന് 8%. അതായത് 55 കിലോ ഉള്ള ആളുടെയാണ് ഈ പറഞ്ഞത്. മനസ്സിലായി. 45 കിലോ ഉള്ള ആളുടെയാണെങ്കിൽ 350 എടുക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വലിച്ചു ഊറ്റി എടുക്കുന്നില്ല. അത് തമാശക്കൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷെ അതിനൊരു കണക്കുണ്ട്. ഒരു ഫിസിയോളജി നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്യാതെയാണ് എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഞാൻ ഒരുപാട് വീക്കാവുന്നു. വീക്കാവില്ല, നമ്മൾ ബ്ലഡ് എടുക്കുന്നുള്ളൂ. നമ്മുടെ ബ്ലഡ് റീസ്റ്റോർ ചെയ്യും. നമുക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിലുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്ക് വെച്ച് എല്ലാ ദിവസവും പുതിയ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ പുതിയ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. കൊടുത്താൽ കുറച്ചും കൂടെ കൂടുതൽ നല്ല ബ്ലഡ് ഉണ്ടായി വരുന്നു മാത്രം. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് 30%. ഇപ്പോൾ എനിക്ക് 1,00,000 പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അടുത്ത ദിവസം അത് എൻ്റെ 1.30 ആവും. അതങ്ങനെ അനന്തതയിലേക്ക് പോയില്ല. അതൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലഷ് ടാങ്കിലൊരു ലെവലുണ്ടല്ലോ, അപ്പോൾ അത് ഫീഡ്ബാക്ക് പോലെയാണ്. കുറഞ്ഞാൽ അത് വീണ്ടും കൂടും, വീണ്ടും അത് അവിടെ തട്ടി നിൽക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ഒരു 1.5 എൻ്റെ നോർമൽ ലെവൽ എന്നുണ്ടെങ്കിൽ അത് 1,00,000-ലേക്ക് താന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അത് താന്നാൽ അതിൽ നിന്ന് 30% വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഇല്ലെങ്കിലും 30% പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ 30% ഡിസ്ട്രക്ഷനും കൂടെ നടക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ സ്കിന്നൊക്കെ എല്ലാ ദിവസവും എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, പുതിയ സ്കിൻ വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. സോപ്പിട്ട് തുടയ്ക്കുമ്പോൾ അത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ബ്ലഡും പുതുതായിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീക്ക് ആവുന്നില്ല.
അതായത് ഡൊണേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ചുമ്മാ നശിച്ചു പോകുന്നേ ഉള്ളൂ അല്ലേ? നശിച്ചു പോവും, വീണ്ടും പുതിയത് വന്നോണ്ടിരിക്കും. വന്നുകൊണ്ടേയിരിക്കും. ആ പ്രോസസ് അവിടെ നടക്കും. അപ്പൊ ഡൊണേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ഉണ്ടാവും. നമ്മുടെ ബിലിറൂബിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ലിവർ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ഡയറക്റ്റ് ഘടകമുണ്ട്, ഇൻഡയറക്റ്റ് ഘടകമുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതെങ്ങനെ ഇൻഡയറക്റ്റ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ RBC ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പം ഒരാൾ കൈ എവിടെയെങ്കിലും പോയി ഇടിച്ചു, അവിടെ ഒരു കറുത്ത പാട് വരും. അത് ആദ്യത്തെ ദിവസം ചുമന്നിരിക്കും, ഒരു 5 ദിവസം കഴിയുമ്പോൾ കറക്കും, 3 ദിവസം കഴിയുമ്പോൾ അതൊരു പച്ച കളറാവും. അത് ഈ പറഞ്ഞ RBCയുടെ ഡീഗ്രഡേഷൻ ഡിസ്ട്രക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. അങ്ങനെയാണ് അത് ആ പച്ച കളറായി മാറുന്നത്. ആ പച്ച കളറാണ് ഈ ബിലിവെറിഡിൻ എന്നൊക്കെ പറഞ്ഞ സാധനമായി വരുന്നത്. അപ്പം ഇത് നമ്മളപ്പോൾ ക്ഷീണം വരുന്നില്ല, ക്ഷീണമാവില്ല എന്നല്ല, നമ്മുടെ ശക്തിനെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീക്ക് ആവുന്നില്ല. പക്ഷേ ബ്ലഡ് എടുക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പെട്ടെന്ന് എൻ്റെ ബോളത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു 450 ml പോകുമ്പോൾ എനിക്ക് ആ സമയത്തേക്ക് ഒരു ടെമ്പററിലി എനിക്കൊരു വീക്ക്നെസ് അനുഭവപ്പെട്ടേക്കാം. ആ ഒരു ദിവസം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതിന് ചെയ്യാവുന്നത് നമുക്ക് നല്ലോണം വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, ആഹാരം നന്നായി കഴിക്കുക, തിരികെ നമ്മുടെ ആ പോയ ഹിമോഗ്ലോബിനൊക്കെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരാനായി നല്ലോണം ഫുഡ് കഴിക്കുക. വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മുടെ ധാന്യങ്ങൾ, കടല, രാജ്മ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. നോൺ വെജ് ആണെങ്കിൽ മട്ടൻ്റെ ലിവർ, ബീഫ്, അങ്ങനെ റെഡ് മീറ്റ് എല്ലാം കഴിക്കുക. ഇതെല്ലാം നമ്മുടെ ഹിമോഗ്ലോബിൻ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. പിന്നെ പച്ചില, പാലക്ക, ചീരയൊക്കെ കഴിക്കുക, അതും നല്ലതാണ്. അടുത്ത മിത്ത് എന്ന് പറഞ്ഞത് സ്ത്രീകൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇപ്പം ഈ ബ്ലഡ് ഡൊണേഷൻ ഒരു റെഗുലേറ്റഡ് പ്രോസസ്സാണ്. ഇപ്പം നമുക്ക് NBTC, നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, നാക്കോ എന്നൊക്കെ പറഞ്ഞ സംഘടനകൾ ഇതിന് ഗൈഡ് ലൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഗൈഡ് ലൈൻ പ്രകാരം മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ അങ്ങനെ അത് ആ ഗൈഡ് ലൈൻ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എല്ലാവരോടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഇഫ് യു ആർ കംഫർട്ടബിൾ. നമുക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരുപാട് വെയിറ്റ് എത്ര വേണം, ഹിമോഗ്ലോബിൻ എത്ര വേണം, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം പലരും ഈ മെൻസ്ട്രുവേഷൻ സമയത്ത് ക്രാംസ് ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കും. അങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. അതർവൈസ് എല്ലാം കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രക്തസ്രാവം കൂടുതലുണ്ട്, ബ്ലീഡിങ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട. അതർവൈസ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നോർമലാണ്, നമ്മുടെ HB നോർമലാണ്. ഇപ്പോൾ 14.5 gram ഹീമോഗ്ലോബിൻ ഉള്ള ഒരാൾ ഞാൻ പലപ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പക്ഷെ നമ്മുടെ ക്രൈറ്റീരിയ പറയുന്നത് പാടില്ല എന്നാണ്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് അവരുടെ ആ ബ്രസ്റ്റ് മിൽക്ക് വഴി ആൻറ്റിബോഡി, നമ്മളൊരു പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. പിന്നെ അബോർഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6 months to 1 year നമ്മൾ പീരീഡ് ഗ്യാപ്പ് എടുക്കണം. നമ്മൾ ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, ഇതിൻ്റെ പീരീഡ് ഡിഫറൻസ് ഉണ്ട്. അതായത് ആണുങ്ങൾ ഒരു 3 months ഇടവിട്ട് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു 4 months ഇടവിട്ട് ബ്ലഡ് കൊടുക്കണം. കാരണം ആ ഒരു റീസ്റ്റോറേഷൻ പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ ആ പറഞ്ഞ HBയും പ്ലേറ്റ്ലെറ്റൊക്കെ റീസ്റ്റോർ ചെയ്ത് വരുന്ന അതിനൊരു ബഫർ ടൈമും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ 3 months എടുക്കുന്നല്ല, നമ്മുടെ ആ റീസ്റ്റോറേഷൻ പ്രോസസ്സൊക്കെ 1.5 2 months കൊണ്ട് നടക്കും. ഒരു ബഫർ ടൈമും കൂടെ ഇട്ടിട്ടാണ് ഈ 3 months എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അത് 4 months ആണ്. ഈ ടാറ്റു എവിടെയെങ്കിലും ടാറ്റു ചെയ്യാൻ പോകുമ്പോൾ ചില ആളുകളെങ്കിലും പറയുന്ന കാര്യമാണ്, ടാറ്റു ചെയ്താൽ പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. മിത്തല്ല, അത് ഫാക്റ്റാണ്. അതായത് ടാറ്റു ഇപ്പോഴത്തെ 2 കോൺസെപ്റ്റാണ്. പണ്ട് ടാറ്റു ചെയ്തിരുന്നൊക്കെ അൺഹൈജീനിക് മെത്തേഡിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, അതായത് ഒരേ സാധനം ഉപയോഗിച്ച് അടുത്ത ആൾക്കും ടാറ്റു ചെയ്താൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ക്രൈറ്റീരിയ ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെ, പക്ഷേ അതിപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, ഗൈഡ് ലൈൻ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് നമ്മൾ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 months to 1 year, ഇപ്പോൾ പഴയതിൽ 6 months ആയിരുന്നു, ഇപ്പോൾ 1 year ആണ്. 6 months to 1 year നമ്മൾ വിട്ടു നിൽക്കണം ബ്ലഡ് ഡൊണേഷന്. കൺസെപ്റ്റ് ഇതാണ്, നമ്മൾ ടാറ്റു ചെയ്ത അൺഹൈജീനിക് അല്ലാത്ത മെത്തേഡിലാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ കിട്ടുകയും അത് നമ്മുടെ ശരീരം എക്സ്പ്രസ് ചെയ്ത് വരാനുള്ള ഒരു വിൻഡോ പീരീഡ് ആണ് ഈ 6 months എന്ന് പറയുന്നത്. പക്ഷെ ഹൈജീനിക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയില്ല ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ആ ടെസ്റ്റ് ആ പീരീഡ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നല്ലേ? കാരണം അവിടെയും റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബാർബർ ഷാപ്പിൽ പോയിട്ട് ബ്ലഡ് ഇത് ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ റിസ്ക് ഫാക്ടർ ഉണ്ട്. പബ്ലിക് ഉപയോഗിക്കുന്ന എന്ത് സാധനം പോയി ഉപയോഗിക്കുമ്പോഴുള്ള എല്ലാ റിസ്കുകളും ടാറ്റൂനും ഉണ്ട് അല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ ഇനി ബാർബർ ഷാപ്പിൽ പോയി മുടി വെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ ഡെഫർ ചെയ്യാമെന്നുള്ളതൊക്കെ വേറെ ചിന്തിക്കും. അടുത്തത് വന്നോളും കുറച്ചു കാലം കഴിയുമ്പോൾ. നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് അവസ്ഥയോ. കോൺസെപ്റ്റ് ഇതാണ്. മനസ്സിലായി. ഇവിടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ മെസ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മെസ്സിയുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ടാറ്റു ഒക്കെ കാണും. കംപ്ലീറ്റ് ഫുൾ കാലുമ്മലും കൈമ്മലും കംപ്ലീറ്റ് ടാറ്റു ആയിരിക്കും.
പക്ഷെ റൊണാൾഡോന്റെ ഷർട്ടില്ലാത്ത ആഘോഷം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ടാറ്റു പോലും കാണാൻ ഇല്ല. അതില് ഈ ഒരു റീസൺ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആണ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ഭയങ്കര ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷന്റെ ഒരു ഭയങ്കര വക്താവാണ്. അപ്പം പുള്ളി അതുകൊണ്ട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുമുണ്ട് എന്താ ശരീരത്തിൽ ഒരു ടാറ്റു പോലും കാണാത്തത്. അപ്പൊ ടാറ്റു വന്നാൽ ഈ പറഞ്ഞ 6 months ഗ്യാപ്പ് വരും. പുള്ളി എല്ലാം 3 മാസം കൂടുമ്പോൾ റിപ്പീറ്റഡ് ആയി ബ്ലഡ് ഡൊണേറ്റ്. അതെനിക്ക് തോന്നുന്നു കൂടെ കളിച്ചിരുന്ന ഒരാളുടെ കുട്ടിക്ക് ലുക്കീമിയ വന്ന അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എന്തോ ആണ് ആള് ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ തുടങ്ങിയത്. അപ്പം അതെ ടാറ്റു എന്ന് പറയുമ്പോൾ റൊണാൾഡോനെ ഓർക്കണം ആളുകൾ. അപ്പൊ ടാറ്റു ചെയ്യേണ്ടെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? ടാറ്റു ചെയ്യേണ്ടതൊന്നുമില്ല, ടാറ്റു ചെയ്യാം. പക്ഷെ ടാറ്റു ചെയ്ത 6 months നമ്മൾ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വരും. ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ടാറ്റു ഒക്കെ ചെയ്തോളാം. ഓക്കെ. ഇപ്പൊ ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ചെയ്യണം. ഇപ്പൊ ഒരുവിധം ഒരു 90% അങ്ങനെ തന്നെയാണ്. കാരണം വളരെ ജെനുവിൻ ആയിട്ടുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള അതിനോട് ഈ പറഞ്ഞ മാതിരി പാഷനേറ്റ് ആയിട്ടുള്ള ടാറ്റു ആർട്ടിസ്റ്റുകളാണ്. നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ടാറ്റു ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത 100 കാര്യങ്ങളുണ്ടാവും. അത് ചെയ്യാം, പക്ഷെ ഹൈജീനിക് മെത്തേഡിൽ ചെയ്യാന്നുള്ളത്, വൃത്തിക്ക് ചെയ്യാന്നുള്ളത് മാത്രമല്ല. ഇപ്പം നമ്മള് ബ്ലഡ് ഡൊണേഷൻ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ പേടികൾ കൊണ്ടായിരിക്കും. ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പേടികളൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുമായിരിക്കും. ഒരാള് വോളണ്ടറിലി 3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ 4 മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ അയാളുടെ ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമ്മളെല്ലാവരും എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണല്ലോ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുക. അപ്പം അത് ആ പോയിന്റിൽ ഇത് വളരെ റെലവെൻ്റ് ആണ്. എനിക്കെന്ത് കിട്ടും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഒന്ന് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കൽ കാര്യങ്ങളുണ്ട്, സ്പിരിച്വൽ കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ഫ്രീ ഹെൽത്ത് ചെക്കപ്പാണ് കിട്ടുന്നത്. അതായത് ഞാനൊരു ബ്ലഡ് ഡൊണേഷന് പോയാൽ എൻ്റെ ഹൈറ്റ് നോക്കുന്നില്ല, വെയിറ്റ്, BMI, എൻ്റെ ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, ഒരു ഡോക്ടർ നമ്മുടെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹാർട്ട് സിസ്റ്റം, കാർഡിയക് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ എക്സാമിൻ ചെയ്ത് വേറെ പ്രഥമ ദൃഷ്ടിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഹാർട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു മർമർ കാണുകയാണെങ്കിൽ, ഞാൻ ഹാർട്ട് എല്ലാ ഡോണേഴ്സിന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ മർമർ കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു അസുഖത്തിനെ ഡിറ്റക്ട് ചെയ്യാണ്. നമ്മൾ ഒരാൾ ഭയങ്കര തടിയുള്ള ഒരാളായിരിക്കും, 100 കിലോ ഉള്ള ആളായിരിക്കും, പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം ഇൻസൾട്ടാണ് ഒരു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരാൾ പോയി വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് വളരെ കൂടുതലാണെന്ന് ഒരാൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഭക്ഷണം കഴിച്ച് എൻ്റെ ഈ ഷർട്ടിൻ്റെ ഗ്യാപ്പൊക്കെ വിടർന്നു വന്നു, എനിക്കറിയാം അത് തടി കൂടുന്നുണ്ട്. പക്ഷെ ഒരാൾ എന്നോട് പറയാണ് ഡോക്ടർ ഭയങ്കര തടി വെച്ചു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വെച്ചു തടി വെച്ചു, ഇനി തടി കുറയ്ക്കണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയി കൊടുക്കുമ്പോൾ നമ്മുടെ BMI കൂടുതലാണ്, ഈ പറഞ്ഞൊരു മിനി ഹെൽത്ത് ചെക്കപ്പ് കിട്ടുന്നുണ്ട്, HB നോക്കുന്നുണ്ട്, ഫ്രീ ബോഡി ചെക്കപ്പാണ്. ഷുഗർ നോക്കുന്നില്ല. പലരും ചോദിക്കാറുള്ളതാണ് ഷുഗർ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഷുഗർ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താലോ, കാരണം അവിടെയും ഒരു റോളുണ്ട്. കാരണം ഷുഗർ കൂടുതലുള്ളപ്പോൾ ഞാൻ ഷുഗറുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ ഷുഗർ കൂടുതലാണ്, ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. അങ്ങനെ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലും പ്രശ്നമാണ്. കാരണം എൻ്റെ ബ്ലഡിൽ നോർമലി ഇപ്പോൾ ഒരു 200 മില്ലിഗ്രാം ഷുഗറിൻ്റെ ലെവൽ ഉണ്ടെന്ന് വയ്ക്കുക. നോർമൽ ഷുഗർ ലെവൽ 200, എൻ്റെ നോർമലി അത് 140 താഴെ വേണം. അതിനർത്ഥം എൻ്റെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുതലാണ്. നമ്മുടെ ഈ നോർമൽ സ്കിന്നിൻ്റെ മുകളിലൊക്കെ മൈക്രോ ഓർഗാനിസം ഉണ്ട്, നോർമലി ഉണ്ട്. സ്റ്റാഫിലോകോക്കസ് എപ്പിഡെർമിഡിസ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. അത് നമ്മൾ പ്രോപ്പർലി ക്ലീൻ ചെയ്യാതെ കുത്തുകയാണ്. അങ്ങനെ സംഭവിക്കില്ല, ക്ലീൻ ചെയ്യും. പക്ഷേ ഞങ്ങാനും ബൈ ചാൻസ് നമ്മൾ കുത്തി ഈ പുറമേ ഉള്ള ഈ ഓർഗാനിസത്തിന് നമ്മൾ ബാഗിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഈ പറഞ്ഞ ആളുടെ ബ്ലഡിൽ ഒരു 200, അതായത് ഷുഗർ ലെവലൊക്കെ വളരെ കൂടുതലാണ്. ബാക്ടീരിയയ്ക്ക് വളരാനുള്ള ഫുഡാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബാഗ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഈ ബാക്ടീരിയ ഈ ഷുഗറൊക്കെ കഴിച്ച് വളർന്ന് ഫാമിലിയായി പെരുകി ഫുൾ ആ ബാഗിൻ്റെ ഉള്ളിൽ ഇവർ കംപ്ലീറ്റ് വളർന്നൊരു കോളനിയാവും. അതായത് അവരൊരു ഫാമിലി, വലിയൊരു വൻ കുടുംബമായി മാറും അതിനുള്ളിൽ. ഞാൻ സിമ്പിളായി പറഞ്ഞതേ ഉള്ളൂ. അതായത് ബേസിക്കലി ഷുഗറുള്ള ആൾ ബ്ലഡ് കൊടുത്താൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് പറഞ്ഞത്. ഹൈ ഷുഗറുള്ള ഒരാളുടെ നിന്ന് ബ്ലഡ് എടുത്താൽ അതിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ബാക്ടീരിയ കയറിയാൽ അത് അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു ബാക്ടീരിയ കോളനി ഫോർമേഷൻ ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന പേഷ്യൻസിന് നമ്മൾ ഇൻഫെക്ഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കുറേ ഈ പറഞ്ഞ പ്രിക്കോഷണറി മെഷർ, ഒരു പ്രോപ്പർ കൗൺസിലിംഗ്, ആദ്യം അവരെ കൊണ്ട് ഒരു ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞൊരു ഡോണർ ഒരു കൗൺസിലർ ആളെ കൗൺസിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ കൗൺസിൽ ചെയ്യും. അത് കഴിഞ്ഞൊരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബ്ലഡ് ഡൊണേഷൻ്റെ സമയത്ത് സിസ്റ്ററോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരുടെ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ, അവരുടെ ആരോഗ്യനിലയുടെ ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ വയ്ക്കാൻ കാരണം ഈ പ്രോസസ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ സേഫ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു ഇതിൽ പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ സ്വിസ് ചീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയി കഴിഞ്ഞാൽ ചീസ് കിട്ടും. ആ സ്വിസ് ചീസിനെ നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിയാൽ ഓരോ സ്ലൈസിലും കുറെ അതിൻ്റെ ഉള്ളിൽ ഹോളുകളുണ്ട്. ഈ ഹോളുകളെല്ലാം പല പല സ്ഥലത്തായിരിക്കും. ആദ്യത്തെ ഒരു സ്ലൈസ് എടുക്കുകയാണെങ്കിൽ ഹോള് സെൻട്രലായിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത സ്ലൈസിൽ ഹോള് വേറെ സ്ഥലത്തായിരിക്കും.
അപ്പോൾ ഒരു ആരോ അതിൽ കൂടെ കടന്നു പോകണമെങ്കിൽ എല്ലാ ഹോളുകളും അലൈൻ ചെയ്ത് വരണം, എങ്കിൽ മാത്രമേ ഒരു ആരോയ്ക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ, ഒരു ലൈനിന് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, മാസ്ക് വെച്ചിരുന്നു, സാനിറ്റൈസർ വെച്ചിരുന്നു, ഉപയോഗിച്ചിരുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്തിരുന്നു. ഇതെല്ലാം നമ്മൾ ഓരോ ലെയർ ഓഫ് പ്രിക്കോഷണറി മെഷറാണ്. ഇവിടെയൊക്കെ തെറ്റ് പറ്റിയാലാണ് ഈ ഓട്ടകളെല്ലാം, ഈ ചീസിൻ്റെ ലെയറിലുള്ള ഓട്ടകളെല്ലാം അലൈൻ ചെയ്ത് വരുള്ളൂ. തെറ്റ് എന്തെങ്കിലും ഉള്ളിലേക്ക് കയറുള്ളൂ. അതായത് തെറ്റ് നടക്കാനുള്ളൊരു സാധ്യത വരണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ എല്ലാം ഒരുമിച്ച് ബ്രേക്ക് ആവണം. ഇതിലെവിടെയെങ്കിലും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആവും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ ഇത്രയും സ്റ്റെപ്പുകൾ എടുക്കാൻ കാരണം പല പല ലെയർ ഓഫ് സേഫ്റ്റി മെഷേഴ്സാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ചോദിക്കും മൾട്ടിപ്പിൾ സെക്ഷണൽ പാർട്ട്നേഴ്സ് ഉണ്ട്, പല ലൈംഗിക പങ്കാളികളുണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പോൾ പലരും എഴുതില്ല അതിൽ, അവർ ഇല്ല എന്ന് പറഞ്ഞ് എഴുതുള്ളൂ. പക്ഷെ ഒരു കൗൺസിലർ നല്ല രീതിക്ക് സംസാരിച്ച് ചോദിക്കുമ്പോൾ അവരത് പറയും. ഇവിടെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആദ്യത്തെ ലെയർ മിസ്സായിപ്പോയി, രണ്ടാമത്തെ ലെയറിൽ കിട്ടി. അപ്പം ഇങ്ങനെ കുറേ ഒരു മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ്. ബ്ലഡ് കൊടുക്കുന്ന ആൾക്ക് ഇതൊരു ഫ്രീ ചെക്കപ്പ് ആണ് അല്ലേ? പിന്നെ സ്പിരിച്വൽ സുഖം, ഒന്ന് ആൽട്രൂയിസം എന്ന് പറയും. അതായത് ഇത് നാളെ ഞാൻ യൂട്യൂബിലൊരു ടോക്ക് കണ്ടതാണ്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, കുറേ നേരം ഞാൻ ഇവിടുന്ന് അങ്കമാലി വരെ ഞാൻ നിൽക്കുമായിരുന്നു. കുറേ നേരം നിന്നു, ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ, വേറെ ആരും നിൽക്കുന്നില്ല, ബസ്സിലെല്ലാവരും ഇരിക്കുകയാണ്. ഒരു അങ്കമാലിയിൽ ഒരാൾ ഇറങ്ങി, ഞാൻ ആ സീറ്റിലിരുന്നു. എനിക്കപ്പോൾ കിട്ടുന്നതൊരു ഫിസിക്കൽ സുഖം, എനിക്ക് കാലൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു സുഖം. ആ സമയത്ത് ഒരു പ്രഗ്നന്റ് ലേഡി വിത്ത് കുഞ്ഞ് വന്ന് എന്നെ മാത്രം നോക്കുന്നു, ബാക്കി എല്ലാവരും ഭയങ്കര ഉറക്കം. ഞാൻ പെട്ടുപോയി, എനിക്കുണ്ട അവസ്ഥ വന്നു. ഞാൻ അവിടെ നിന്ന് എണിച്ചു, ആ അമ്മയും കുഞ്ഞും അവിടെ ഇരുന്നു, ഞാൻ എണിച്ചു നിന്നു. ആ മൊമെൻ്റ് മുതൽ എനിക്ക് സ്പിരിച്വൽ സുഖം കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ആ മൊമെൻ്റ് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂപ്പർമാനാണ്, അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിലെങ്കിലും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവരുടെ മനസ്സിൽ സൂപ്പർമാൻ ആയാലും എൻ്റെ മനസ്സിൽ ഞാൻ സൂപ്പർമാൻ ആവുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വൽ സുഖം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു ആൾട്രൂയിസ്റ്റിക് ഫീലിംഗ്. ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ സ്വയമേധയാ ഒരു കാര്യം ചെയ്യുന്നു, അതിനാണ് നമ്മൾ ആൾട്രൂയിസം. വേറെ ഒരു ഹിഡൻ മോട്ടീവ്സും ഇല്ലാതെ, ഒരു ഹിഡൻ അജണ്ട ഇല്ലാതെ, മറ്റ് ലാഭത്തിന് വേണ്ടി 100% ജെന്യുവൻ മനസ്സോടെ അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആൾക്ക് മനസ്സിലാവും, അത് അല്ലാത്ത ആൾക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ഈ ആൾട്രൂയിസം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് കിട്ടും. അത് നമുക്ക് നെക്സ്റ്റ്, അത് പല കാര്യങ്ങളും, ഇതെല്ലാം ഒരു നമ്മൾ ജീവിക്കുന്ന എല്ലാം ഒരു പോസിറ്റീവ് ലൂപ്പിലാണ് ഇരിക്കുന്നത്. അതായത് ഒരു കാര്യം നന്നായി ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഞാൻ ഐ ഡിഡ്, ഇവൻ ദോ ഒരു സ്മോൾ കാര്യമാണെങ്കിൽ പോലും എനിക്ക് അത് നമ്മളെ വീണ്ടും 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 പല നല്ല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനൊക്കെ സഹായിക്കും. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു അമ്മച്ചീനെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നു, ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല, പക്ഷേ എന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, ഞാൻ ഭയങ്കരനാണെന്നുള്ളത്. ചെറിയ കാര്യമാണെങ്കിൽ പോലും. എന്ന് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ എല്ലാം ഫിസിക്കൽ കാര്യങ്ങളാണ്, ഇത് സ്പിരിച്വൽ കാര്യം. ഫിസിക്കൽ കാര്യത്തിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇത് റിപ്പീറ്റഡ് ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ്റെ അളവ് കുറയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പീറ്റഡായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ബി.പി, അതായത് ഹൈപ്പർ ടെൻഷൻ, ബി.പി കുറയുന്നില്ല, ഹൈപ്പർ ടെൻഷൻ വരാനുള്ള, ബി.പി കൂടുതലിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണെന്ന്. കാരണം പിന്നെ പുതിയ ബ്ലഡാണ് ഫോം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലൊരു പുതിയ 450 ml ബ്ലഡാണ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാം പുതിയതാക്കാനായിട്ട് നമ്മളെ തന്നെ സഹായിക്കും. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ കേസിൽ പുതിയതെന്ന് പറയുന്നത് നല്ലതാണല്ലോ, എല്ലാം പുതിയ സാധനങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് എപ്പോഴും ഇതുപോലെ ബ്ലഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്ലഡിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, നല്ല ബ്ലഡ് ആയിരിക്കും. ഉറപ്പായിട്ടും. അപ്പോൾ ബ്ലഡ് കൊടുക്കാത്ത ഒരാളേക്കാൾ ബ്ലഡ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ബ്ലഡിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. കൊടുക്കാത്ത ആളുകളെ ഞാൻ ഇപ്പോൾ വെട്ടിലാക്കുന്നൊരവസ്ഥയും. അങ്ങനെ സയൻറ്റിഫിക്കലി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ കൊടുക്കാത്ത ആളുടെ ശരീരത്തിൽ ഇപ്പം നമ്മുടെ ഒരു RBC ഉണ്ടായാൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 120 days ആണ്. ഇപ്പോൾ ജനുവരി 1 ഉണ്ടായ ഒരെണ്ണം 120 ദിവസത്തേക്ക് അത് അങ്ങനെ തന്നെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. RBCക്ക് ജോലിയുണ്ട്. അതിന് ഈ നമ്മുടെ ഇപ്പം ഞാൻ ഓടുമ്പോൾ എൻ്റെ ഈ കാഫ് മസിലിലേക്ക് എനിക്ക് പെട്ടെന്ന് ഓക്സിജൻ കിട്ടണം, മസിലിന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഈ സ്പോർട്സ് താരങ്ങൾ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോയി പരിശീലിക്കുന്നത്. മൂന്നാർ അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോയി പരിശീലിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ പോയി പരിശീലിക്കുമ്പോൾ അവരുടെ ഓക്സിജൻ അളവ് കുറവായിരിക്കും, അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്യോ, എനിക്ക് ഒരുപാട് ഓക്സിജൻ കിട്ടുന്നില്ലല്ലോ, അപ്പം ഞാൻ എൻ്റെ ബോഡിയിൽ ഒരുപാട് RBC പ്രൊഡ്യൂസ് ചെയ്യും. അതായത് RBCയുടെ ഇപ്പം നോർമലി ഒരാളുടെ ശരീരത്തിൽ ഒരു 4 million ആണ് RBC കൗണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പുള്ളി അവിടെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് 6 million കൂടും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ നമ്പർ ഓഫ് RBC കൂടുകയാണ്. അപ്പം RBCയുടെ ജോലി എന്ന് വെച്ചാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഹാർട്ടിൽ നിന്ന് ലങ്സിൽ നിന്ന് അത് എടുത്തിട്ട് അതെല്ലാം ഈ പറഞ്ഞ പെരിഫറൽ മസിലിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് RBC കൂടുന്നതിനനുസരിച്ച് എൻ്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ബെറ്റർ ആവും. അതിനനുസരിച്ച് എനിക്ക് ഓടുന്നതിന് കൂടുതൽ സഹായകരമാവും. ഇതെല്ലാം ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. എന്ന് പറഞ്ഞ പോലെ ഈ RBC നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത്? ബ്ലഡ് കൊടുക്കുന്ന ഒരാളുടെ ബ്ലഡിനേക്കാൾ ക്വാളിറ്റി കുറവായിരിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തത്. ഒരു 120 days ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പം ഈ 120 ദിവസം ഓടിക്കഴിയുമ്പോഴേക്കും RBC ക്ഷീണിക്കും. ഇത് ഞാനൊരു ഇമോഷണൽ വശം പറയുന്നത്. RBCനെ നമ്മൾ 120 ദിവസം ഇഞ്ചപ്പരിവാക്കി ഓടിച്ച് ഇത് ഇത്രയും ദൂരം ഇവിടെ നിന്ന് ഇതിങ്ങനെ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആ RBCക്ക് പുതിയ ആളുകളെ കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഓടാൻ കുറച്ചുകൂടെ ശക്തിയും അങ്ങനെ കിട്ടും. അപ്പം ബ്ലഡ് കൊടുക്കാതിരിക്കുന്ന ആളുകളുടെ RBC ക്ഷീണിച്ചു പോകുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പുതിയ RBC ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഓടാൻ കുറച്ചും കൂടെ ശക്തിയാവുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ആർക്കും ബ്ലഡ് കൊടുക്കാമെന്നാണല്ലോ, വലിയ കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആർക്കും ബ്ലഡ് കൊടുക്കാം എന്നാണല്ലോ. ബ്ലഡ് കൊടുക്കാൻ പാടില്ലാത്ത, അതായത് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് അതിൽ പറയാം? പെർമനൻ്റ് ആയിട്ടുള്ള ആൾ, ഇപ്പം പൊതുവെ പറയുകയാണെങ്കിൽ ഒരു 18-നും 65 വയസ്സിനും ഇടയിലുള്ള ആർക്കും ബ്ലഡ് കൊടുക്കാം. 18-65 വയസ്സിനിടയിൽ ആരോഗ്യമുള്ള ഒരു 45 മുതൽ 55 മിനിമം 55 കിലോഗ്രാം തൂക്കമുള്ള ആർക്കും ബ്ലഡ് കൊടുക്കാം. 12.5 കൂടുതൽ ഹിമോഗ്ലോബിനുള്ള ആർക്കും കൊടുക്കാം. ഇനി കൊടുക്കാൻ പാടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്, ടെമ്പററി ആയിട്ട് കൊടുക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾ, TB വന്നിട്ടുള്ള ആളുകൾ, TB വന്നൊരു ഇത്രയും കാലയളവിൽ 3-4 വർഷം കാലം അതിൻ്റെ ആ മരുന്ന് കഴിച്ച് അത് സ്റ്റോപ്പ് ചെയ്ത് 3 വർഷം, അങ്ങനെ ക്യാൻസർ വന്ന ആൾ, എപ്പിലെപ്സിക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ. ഇപ്പം പല ക്രൈറ്റീരിയയും പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഡെഫർ ചെയ്യുന്നത് ഡോണറിൻ്റെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ടായിരിക്കും, രക്തദാതാവിൻ്റെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ടായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ഡെഫർ ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ റെസിപ്പിയൻറ്റിൻ്റെ സേഫ്റ്റി ആയിരിക്കും. ഇപ്പോൾ എപ്പിലെപ്സിക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾ, കാരണം ഒരു ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സ് ചിലപ്പോൾ അയാളുടെ ഒരു എപ്പിലെപ്സി പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. ബോഡി ഒരു 450 ml ബ്ലഡ് ഉള്ള ഒരു പെട്ടെന്ന് ഒരു 450 ml ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ, കുറേ വർഷമായിട്ട് ഹൈപ്പർ ടെൻഷനുള്ള ആൾ, അയാളുടെ ഹാർട്ടിലൊരു കാർഡിയാക് റീമോഡലിംഗ് നടക്കും. അതായത് നമ്മൾ കുറേ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലിലേക്കുള്ള പ്രഷർ കൂടുതലാണ്. അപ്പം നമ്മുടെ ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യണം. കാരണം അവിടെ റെസിസ്റ്റൻസ് പ്രഷർ കൂടുന്നതനുസരിച്ച് ഇവിടെ നിന്ന് ഞാൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ പല ചേഞ്ചസും വരും. കാർഡിയാക് മസിലിന് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിക്നെസ് കൂടും. അങ്ങനെ അതിനെയാണ് നമ്മൾ കാർഡിയാക് റീമോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷനുള്ള ഒരാളിൽ നമ്മൾ പെട്ടെന്ന് 450 ml ബ്ലഡ് എടുക്കുമ്പോൾ അയാളുടെ ഹാർട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഒരുപാട് കാലമായി ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ കൊടുക്കണ്ടെന്നാണ് പറയാം. പിന്നെ പല മരുന്നുകളും, ചെറിയ ഉദാഹരണം പറയുന്നത് ആൻറ്റിബയോട്ടിക്, എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഒരു 2 ആഴ്ചത്തേക്ക് ഉണ്ടാവും. നമ്മൾ ഇന്നലെ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അതിൻ്റെ 100 മില്ലിഗ്രാം ഡോസുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എൻ്റെ ശരീരത്തിൽ 100 ഉണ്ടാവും, ഇന്നത് 50 ആവും, നാളെ അത് 25 ആവും. അങ്ങനെ അത് T-half എന്ന് പറയും, ഹാഫ് ലൈഫ് ഇങ്ങനെ കുറഞ്ഞു പോകും. പക്ഷെ അപ്പോൾ അതിൻ്റെ അംശം ഒരു 2 ആഴ്ച വരെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ച ആളുകൾ 2 ആഴ്ച, എന്തെങ്കിലും ബ്ലഡ് തിന്നേഴ്സ്, ഇപ്പം മറ്റേ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ എന്നൊക്കെ പറഞ്ഞ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ 2 ആഴ്ച ഗ്യാപ്പ് കൊടുക്കണം. കാരണം ഈ മരുന്നുകൾക്കെല്ലാം അതിൻ്റെ ഇഫക്റ്റുകളുണ്ട്. ഒന്നും പറയാതെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലും പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പ്ലേറ്റ്ലെറ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനെ ക്വാളിറ്റേറ്റീവ്ലി ബാധിക്കും. പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും, പക്ഷെ അത് വർക്ക് ചെയ്യാത്ത പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന സാധനമേ വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. കാരണം പലതിനും പല കാരണം കൊണ്ട് അത് തൈറോയിഡിൻ്റെ മരുന്ന്, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മരുന്ന് എടുക്കാൻ പാടില്ല, ഹൈപ്പോ തൈറോയിഡിസം എടുക്കാം. അപ്പം തൈറോയിഡിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞ കാര്യമില്ല, അത് ഹൈപ്പർ ഹൈപ്പർ ആണോ ഹൈപ്പോ ആണെന്നുള്ളത് മാറ്റേഴ്സ്. അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന അമ്മമാർ അല്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, പിന്നെ പീരിയഡ് സമയത്ത് നമ്മൾ പെയിൻ കില്ലർ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കാൻ കില്ലർ, പല പെയിൻ കില്ലറുകളും ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ബ്രൂഫൻ എന്ന പേരുള്ള ഈ പെയിൻ കില്ലറുകളെല്ലാം ഈ പറഞ്ഞ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനെ ക്വാളിറ്റേറ്റീവ്ലി ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബ്ലഡ് കൊണ്ടുപോയി കൊടുക്കുന്നു, അത് ആവശ്യമുള്ളപ്പോൾ ഡോക്ടർ എടുത്തിട്ട് ആളുകൾക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന പരിപാടിയാണല്ലോ ഇത്, ഈ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ശരിക്കും എന്താ നടക്കുന്നത്? നമ്മൾ ഈ ബ്ലഡിനെ എടുത്തെന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് കോമ്പണൻസ് ആക്കി മാറ്റുന്നുണ്ട്. നമ്മളതിനെ പല ഘടകങ്ങളാക്കി മാറ്റും. അപ്പോൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്, പലതരത്തിലും ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്.
നമുക്കിപ്പോൾ പറഞ്ഞേക്ക് ഇത്രയും നേരം പറഞ്ഞേക്ക് നോർമലി ഒരു ബ്ലഡ് ബാങ്കിൽ ചെന്ന ഒരാളുടെ ഞാൻ പലപ്പോഴും ഇപ്പോൾ 450 ml എന്ന് പറഞ്ഞു. അതൊരു നോർമൽ ബ്ലഡ് ഡൊണേഷൻ, ഒരു ഹോൾ ബ്ലഡ്, അതിനൊരു 8 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ ഞാനൊരു ബ്ലഡ് ബാങ്കിൽ പോകുകയാണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ 450 ml എടുത്ത് തീർന്നു. ഇനി വേറൊരു എഫറസിസ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ടെക്നിക്ക് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ഘടകമാണോ ആവശ്യമായി വരുന്നത് അത് മാത്രം ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റിയെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം തിരിച്ചങ്ങോട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്ലേറ്റ്ലെറ്റ് ആണ് വേണ്ടത്. ഡെങ്കിപ്പനിയുടെ സമയത്ത് മിക്കവാറും ഇത് സംഭവിക്കുന്നതാണ്. അപ്പം നോർമലി ഞാനൊരു സാധാ ബ്ലഡ് കൊടുത്താൽ അതിൽ നിന്ന് എനിക്ക് പ്ലേറ്റ്ലെറ്റ് കിട്ടുന്ന ഒരു 50 ml ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 30 മുതൽ 50 ml ആയിരിക്കും. ഈ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി ഒരു 6 ആളിൽ നിന്ന് എടുക്കുന്ന തത്തുല്യമായിട്ടുള്ള എമൗണ്ട് ഞാൻ ഒരാളിൽ നിന്ന് എടുക്കും. അപ്പോൾ ഗുണം എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, ക്വാളിറ്റിയും ബെറ്റർ ആയിരിക്കും ഈ എഫറസിസ് എന്ന് പറഞ്ഞ മെത്തേഡ് വഴി. അപ്പോൾ അതൊരു ബേസിക്കലി ഒരു വലിയ മെഷീനാണ്. ആ മെഷീനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, അത് ആ മെഷീനിൽ കയറുന്നു. മെഷീൻ എന്നിട്ട് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താണോ പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്, അതെടുത്തിട്ട് ബാക്കിയൊക്കെ തിരിച്ചിങ്ങോട്ട് കയറ്റും. അപ്പോൾ അതിന് പക്ഷേ ഒരു 1.5 മണിക്കൂർ എടുക്കുക പ്രോസസ്സ്. ഈ ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മുടെ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് സമയം മാറും. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് എടുക്കാം, പാക്സെൽ RBC എടുക്കാം, നമുക്ക് പ്ലാസ്മ എടുക്കാം. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ഓർക്കുന്നുണ്ടാവും, കൺവാലസൻ പ്ലാസ്മ, അതായത് കോവിഡ് വന്ന് ഭേദപ്പെട്ടു പോയ രോഗികളിൽ ആ കോവിഡ് വൈറസിനെതിരായിട്ട് എൻ്റെ ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ എഫറസിസ് ടെക്നിക്ക് വഴി കളക്ട് ചെയ്തിട്ട് കോവിഡ് സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കും. അപ്പോൾ നമ്മളൊരു പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ഓൾറെഡി ഉണ്ടാക്കിയ ആൻറ്റിബോഡീനെ അങ്ങോട്ട് കൊടുത്ത് കോവിഡിനെ ഇടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, പാക്സെൽ എടുക്കാം, ഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ CBC ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ടോട്ടൽ കൗണ്ട് 6000, ന്യൂട്രോഫിൽ ഇത്ര, ലിംഫോസൈറ്റ് ഇത്ര എന്നൊക്കെ എഴുതുന്നു. അപ്പോൾ ഈ ന്യൂട്രോഫിൽ നമുക്ക് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ, നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ന്യൂട്രോഫിൽ കൗണ്ട് കൂടും. അതൊരു നോർമൽ റെസ്പോൺസ് ആണ്. കാരണം ഈ ന്യൂട്രോഫിലാണ് പോയി ബാക്ടീരിയ TD കൂടി നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രോഫിലിൻ്റെ അളവ് കൂടും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻസിന് ഇവരുടെ ഈ കൗണ്ടുകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പോയി നമ്മളൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു വൈറസ് ആ വഴിക്കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അവർക്ക് ഇത് വൈറസോ ബാക്ടീരിയ, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡോണറിൻ്റെ ഗ്രാനുലോസൈറ്റ്, അതായത് ഈ പറഞ്ഞ ന്യൂട്രോഫിലിനെ നമ്മൾ ഇങ്ങോട്ട് ഊറ്റിയെടുക്കും, ബാക്കി തിരിച്ച് പുള്ളിക്കാൻ കൊടുക്കും. എന്നിട്ട് ന്യൂട്രോഫില് മാത്രമായിട്ട് ഗ്രാനുലോസൈറ്റ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അത് ഗ്രാനുലോസൈറ്റ് എഫറസിസ് എന്ന് പറയും. വേറൊരു കാര്യമാണ് സ്റ്റെം സെൽ എഫറസിസ്, അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ അത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല, ശരിക്കും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. സ്റ്റെം സെല്ലിൻ്റെ മലയാളമാണ് മൂലകോശം, രക്തമൂലകോശം. അപ്പോൾ ആ മൂലകോശമാണ് നമ്മളെടുത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫ്യൂഷനായിട്ടാണ് കൊടുക്കുന്നത്. അതും അവിടെയും ഒരു ട്രാൻസ്ഫ്യൂഷനാണ്. അപ്പം ഈ മൂലകോശ കളക്ഷനും ഈ പറഞ്ഞ എഫറസിസ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. നമ്മളൊരു മെഷീനിലേക്ക് കളക്ട് ചെയ്ത്, അപ്പോൾ അതിന് മുന്നേ ഈ പറഞ്ഞ ഡോണറിൻ്റെ നമുക്ക് അല്ലോ ചെയ്യാം, ഓട്ടോ ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ തന്നെ സ്റ്റെം സെൽ എടുത്ത് തരാം, എനിക്ക് വേറൊരാളുടെ സ്റ്റെം സെൽസ് എടുത്ത് തരാം. എൻ്റെ തന്നെ ആകുമ്പോൾ ഓട്ടോ എന്ന് പറയും, വേറൊരാളുടെ ആകുമ്പോൾ അത് അല്ലോ എന്ന് പറയും. അപ്പോൾ ഇതിനെന്താ പ്രൊസീജിയർ എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളുടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ മജ്ജ, നമ്മുടെ ലോങ് ബോൺസിലാണ് ഈ ബോൺ മാരോ ഉള്ളത്, അവിടെ നിന്ന് ഈ സ്റ്റെം സെൽസിനെയൊക്കെ പുറത്ത് ചാടിക്കാനായിട്ട് നമ്മൾ കുറേ മരുന്നുകൾ, കുറേ അല്ല 1-2 മരുന്നുകൾ, GCSF എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ കൊടുത്ത്, നോർമലി നമ്മുടെ പെരിഫറൽ ബ്ലഡിലൊരു 1% താഴേക്ക് ഈ സ്റ്റെം സെൽസ് മൂലകോശം ഉണ്ടാവുള്ളൂ. ഈ ഡൊണേഷൻ പ്രോസസ്സിന് മുന്നായിട്ട് ഈ മരുന്ന് കൊടുത്ത് നമ്മുടെ ഈ പെരിഫറിയിലേക്ക് ഇതൊക്കെ കൂടുതൽ വരുത്തിക്കും. എന്നിട്ട് നമ്മളിതിനെ ഈ പറഞ്ഞ എഫറസിസ് എന്ന ടെക്നിക്ക് വഴി ഊറ്റിയെടുക്കും. ബേസിക്കലി നമ്മൾ അരിച്ചെടുക്കുകയാണ്, പറയുമ്പോൾ അരിച്ചെടുക്കുകയാണ്, പ്രോസസ്സ് കുറച്ച് കോംപ്ലക്സ് ആണ്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെം സെല്ലിനെ കളക്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പേഷ്യൻസിന് കൊടുക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, പഴയ രീതി. ഇപ്പോൾ അത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. പണ്ട് ഈ സ്റ്റെം സെൽസിനെ നമ്മൾ ഈ സ്റ്റെം സെൽ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുരണ്ടിട്ടല്ലേ കൊടുക്കുക, അതിന് ഡൊണേഷൻ ക്യാമ്പ് ഒക്കെ നോക്കുമ്പോൾ? അതാ നല്ല ചോദ്യം. അതെന്താ നോക്കണേന്ന് വെച്ചാൽ HLA ആണ് നോക്കിയത്. നമ്മൾ നേരത്തെ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ HLA മാച്ച് ആണോ എന്ന് നോക്കി. പറഞ്ഞ HLA നോക്കാനായിട്ടാണ്. ഇപ്പോൾ മഞ്ജുവിൻ്റെ ഇത് O പോസിറ്റീവ് എന്ന് പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ്. അതുപോലെ മഞ്ജുവിൻ്റെ HLA എന്താണെന്ന് നോക്കണം. HLA A B C, ഇപ്പോൾ നമ്മൾ കുറേ ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ HLA A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, DR, DQ, DP, ഇത്രയും HLA ഉണ്ട്. ഇനിയുണ്ട്. ഇതിൻ്റെയൊക്കെ ടൈപ്പുകൾ അറിയണം. HLA B27, HLA B37 എന്നൊക്കെ പറഞ്ഞു. ആ ടൈപ്പ് നോക്കാൻ വേണ്ടി നമ്മൾ DNA ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ DNA കളക്ഷനാണ് ഈ പറഞ്ഞ ബക്കൽ സ്വാബ് വഴി നമ്മൾ ചെയ്തത്. അത് എന്തിൽ നിന്നും ചെയ്യാം, മുടിയിൽ നിന്ന് ചെയ്യാം,
ബ്ലഡിൽ നിന്ന് ചെയ്യാം. അത് നമ്മളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുണ്ടിയാണ് അങ്ങനെയാണ് അപ്പോൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു നാളപ്പോൾ ചിലപ്പോൾ റിക്വസ്റ്റ് വരും, ജർമ്മനിയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ HLA മാച്ച് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി അത് ഹാർവെസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ ഈ സെയിം പ്രോസസ്സ് വഴി നമ്മൾ അത് കൊടുത്ത് ഈ സാധനം അങ്ങോട്ട് ജർമ്മനിയിലേക്ക് വിടും. ഞാനും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ധാത്രി എന്ന് പറഞ്ഞൊരു സംഘടന. നമ്മളും ധാത്രിയുടെ, ഞാനും ധാത്രിയുടെ തന്നെയാണ് ചെയ്തത്. അപ്പം കണക്റ്റായി. ഇപ്പം പറഞ്ഞ കാര്യം ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജിയാണ്. ഇവിടെയാണ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനും ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജിയും ക്രോസ് ആയി കണക്ഷൻ വരുന്നത്. അപ്പം ഈ പറഞ്ഞ HLA നമ്മൾ ഈ പറഞ്ഞ സ്റ്റെം സെൽ FRSS ചെയ്യാനായിട്ട് നമ്മൾ HLA ടെസ്റ്റ് ചെയ്യണം. HLA ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി വിഭാഗമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യും. അതായത് മൈക്രോ സാധനങ്ങൾ ഒരാളുടെ ശരീരത്തിൽ നിന്നും എടുത്ത് ആ രക്തം ബാക്കിയുള്ള സാധനങ്ങൾ പുള്ളിക്ക് തന്നെ കൊടുക്കും. അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ഈ FRSS എന്ന് പറയുന്നത്. ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോൾ ഇവിടെയും പറയേണ്ട ഒരു കാര്യമാണ് CAR T-സെൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. നമ്മൾ ട്രീറ്റ് ചെയ്യും, പിന്നെയും വരും, റിലാപ്സ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനൂതനമായിട്ട് CAR T-സെൽ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫോസൈറ്റ് ഉണ്ട്. അപ്പം ഇത് ബേസിക്കലി ഉപയോഗിക്കുന്നത് ബി ലിംഫോസൈറ്റിൻ്റെ വരുന്ന പ്രശ്നങ്ങൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇച്ചിരി കോംപ്ലക്സ് ആണ്. B സെൽ, ഇപ്പോൾ നമ്മുടെ ലിംഫോസൈറ്റ് 2 തരത്തിലുണ്ട്, B ഉണ്ട്, T ഉണ്ട്. അപ്പോൾ ബീൻ്റെ പ്രശ്നങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ CAR T എന്നാണ് ഞാൻ പറഞ്ഞത്, CAR T സെൽ. അപ്പോൾ T സെല്ലാണ് അവിടെ എടുക്കുന്നത്. ഈ T സെല്ലിൽ നമ്മൾ ലിംഫോസൈറ്റിനെ അങ്ങോട്ട് വേർതിരിക്കും. ഈ പറഞ്ഞ FRSS എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി ലിംഫോസൈറ്റിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അതിൽ നിന്ന് വേറൊരു ടെക്നിക്ക് വഴി T സെല്ലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ആ T സെല്ലിനെ നമ്മളൊന്ന് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യും. അതിൻ്റെ സിമ്പിളായി പറയുകയാണെങ്കിൽ ആ T സെല്ലിൻ്റെ മുകളിൽ ഞാനൊരു പടച്ചട്ട വെച്ച് പിടിപ്പിക്കുകയാണ്, ഒരു വാളും പരിചയം കൊടുക്കുകയാണ് T സെല്ലിന്. അതിനെയാണ് നമ്മൾ ഈ CAR എന്ന് പറഞ്ഞാൽ CAR, കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ T സെൽ എന്നാണ്. T സെല്ലിനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു സെപ്പറേറ്റ് റിസപ്റ്ററിനെ, ആൻറ്റിജൻ റിസപ്റ്റർ പിടിപ്പിക്കുകയാണ്. പ്രൊട്ടക്ഷൻ അല്ല, ഒരു വാളും പരിചയമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ വാളും പരിചയം എവിടെയൊക്കെ B സെല്ലിനെ പോയി കാണുന്നുണ്ടോ അവനെ കൊല്ലും. ഈ T സെല്ലിനെ, ക്യാൻസർ സെൽസിനെ അത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഞാൻ കഥ പോലെ ശരിക്കും പറഞ്ഞതേ. ആ വലിയ പ്രോസസ്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഡോക്ടർ. അതല്ലേ ഞാൻ ഇവിടെയും ഡോക്ടർ അവിടെ ഇരിക്കുന്നത്. CAR T-സെൽ അതാണ്. അപ്പം T സെല്ലിനെ എടുത്ത് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് എവിടെയൊക്കെ B സെല്ലിനെ കാണുന്നുണ്ടോ അവനൊക്കെ ഈ T സെല്ല് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ എക്യുപ്ഡ് ആക്കിയിട്ട്. അപ്പോൾ ലുക്കീമിയ ഉള്ള പേഷ്യൻസിന് ദിസ് പ്രോസസ് ഈസ് ഹെൽപ്ഫുൾ. റെസിസ്റ്റന്റ് ലുക്കീമിയ, ഇത് കുറച്ച് ഇപ്പം പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം റെസിസ്റ്റന്റ് ലുക്കീമിയക്ക് ഇത് വർക്കാവുള്ളൂ. ഒരുപാട് ഇത് നടക്കുന്നുണ്ട്, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വേറെയും പല പല കാര്യങ്ങൾക്കും ഈ CAR T-സെൽ ഇഫക്റ്റീവ് ആവുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ബ്രെയിനിലെ പല ട്യൂമേഴ്സിന് ഇത് റിസർച്ച് നടക്കുന്നുണ്ട്, ഈ CAR T-സെൽ വർക്കാവും എന്ന് കണ്ടെത്താനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ബ്ലഡ് ഡൊണേഷനെ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം സ്പേം സെൽ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അതിനൊക്കെ കുറേ ക്രൈറ്റീരിയകൾ ഉണ്ടാവുമല്ലോ. ഇന്ന ആളുകൾ, അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ ഈ പുള്ളി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ഇയാളുടെ ബ്ലഡ് ആണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുന്ന ചില ആളുകളുണ്ടോ? നിങ്ങൾ കണ്ണ് വെക്കുന്ന ചില ആളുകൾ, ഇപ്പം ജിമ്മന്മാരെന്നൊക്കെ പറയണ പോലെ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ജിമ്മന്മാർക്ക് ചിലപ്പോൾ പലപ്പോഴും HB ഒക്കെ 12 കഷ്ടി ഉണ്ടാവുള്ളൂ. ആണോ? അങ്ങനെയുണ്ട്. അപ്പം ലുക്കിലല്ലേ കാര്യം? ഒരു കാര്യമില്ല. ഇപ്പം ഹൈറ്റ് കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ലേഡി നമ്മൾ കാണുമ്പോൾ ആയിരിക്കും, പക്ഷെ അവർക്ക് വലിയ HB ഒന്നും കാണില്ല എന്നിരിക്കും. ചിലപ്പോൾ അവർക്ക് 16 HB ഉണ്ടാവും, അല്ലെങ്കിൽ 14, 14.5 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരാളെ കണ്ടിട്ടൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾക്ക് പിടിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. റെയർ ബ്ലഡ് ഗ്രൂപ്പ്, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ A നെഗറ്റീവ്, B നെഗറ്റീവ്, O നെഗറ്റീവ്, AB നെഗറ്റീവ്. ഇപ്പോൾ O നെഗറ്റീവ് ആളെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായി കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കാവരെന്നല്ലേ. O നെഗറ്റീവ് ഒരു ആർക്കും കൊടുക്കാൻ പറ്റും. ആ ബ്ലഡ് നമുക്ക് ആർക്കും കൊടുക്കാം. O ബ്ലഡ് ഇപ്പം യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മഞ്ജുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. മഞ്ജുവിന് പക്ഷേ O പോസിറ്റീവ് മാത്രമേ തരാൻ പറ്റുള്ളൂ. എനിക്ക് O പോസിറ്റീവ്, O നെഗറ്റീവും തരാം. പക്ഷേ മഞ്ജുവിൻ്റെ ബ്ലഡ് എടുത്ത് എനിക്കത് Aക്കും കൊടുക്കാം, Bക്കും കൊടുക്കാം, Oക്കും കൊടുക്കാം, ABക്കും കൊടുക്കാം. അപ്പോൾ അതാണ് O പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. O നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ആർക്കും കൊടുക്കാം, പോസിറ്റീവിനും കൊടുക്കാം. നമ്മുടെ ശരീരം എങ്ങനെയാണ് ദൈവം ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ, എൻ്റേതല്ലാത്തൊരു സാധനം വരികയാണെങ്കിൽ നമ്മൾ അതിനെതിരായിട്ട് ഒന്ന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പം എൻ്റെ ശരീരം ഒരു നെഗറ്റീവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ O നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു D ആൻറ്റിജൻ ഉണ്ടെങ്കിൽ പോസിറ്റീവ്, ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ, O നെഗറ്റീവ് ആണെങ്കിൽ എനിക്കൊരു O പോസിറ്റീവ് ബ്ലഡ് തന്നാൽ എൻ്റെ ശരീരം റെക്കഗ്നൈസ് ചെയ്യണം, അയ്യോ അതേ എൻ്റേതല്ലാത്തൊരു D ആൻറ്റിജൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു D ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഇമ്മ്യൂണിറ്റി അങ്ങനെ റെസ്പോണ്ട് ചെയ്യും. അപ്പം അതാണ് ഈ O നെഗറ്റീവിൻ്റെ ഗുണം. O നെഗറ്റീവിന് ഒന്നുമില്ല, A ആൻറ്റിജൻ ഇല്ല, B ആൻറ്റിജൻ ഇല്ല, D ആൻറ്റിജനും ഇല്ല.
അപ്പോൾ എനിക്ക് ഈ സാധനത്തിനെ പിടിച്ച് ഈ O നെഗറ്റീവ് ബ്ലഡ് ആർക്കും കൊടുക്കാം. അപ്പം കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യില്ല, കാരണം അതുമ്പോൾ ആൻറ്റിജനുകളൊന്നുമില്ല. അപ്പോൾ ഈ ഡി ആൻറ്റിജൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാളുടെ കൂടെ പേര് പറയാനുണ്ട്, ജെയിംസ് ഹാരിസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ഒരു ഓസ്ട്രേലിയക്കാരനാണ്. പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മാൻ ഓഫ് ഗോൾഡൻ ആംസ്. കാരണം എന്താ വെച്ചാൽ പുള്ളി 3000 നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ആൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഫറസിസ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സ് പറഞ്ഞു. എഫറസ് എന്ന് പറഞ്ഞൊരു മെഷീനിലേക്ക് കണക്ട് ചെയ്ത് എന്താണോ വേണ്ടത് അതെടുക്കും. ഡി ആൻറ്റിജൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ശരീരം ഒരു നെഗറ്റീവാണ്, ഡി നെഗറ്റീവാണ്. എനിക്കൊരു ഡി പോസിറ്റീവ് ബ്ലഡ് എൻ്റെ ശരീരത്തിൽ കയറിയാൽ എൻ്റെ ശരീരം ആൻറ്റി ഡി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. എൻ്റേതല്ലാത്ത റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഈ പുള്ളിയുടെ ശരീരം ഇതുപോലെ ആൻറ്റി ഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു റെയർ ആന്റിബോഡി ഉള്ള ബ്ലഡ് ആണ്. ഇത് ഊറ്റിയെടുക്കുകയാണ് ബേസിക്കലി. എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി ഈ പറഞ്ഞ ആൻറ്റി ഡീനെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് അത് ഒരു ഡ്രഗ് ആയിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇത് ആർക്ക് കൊടുക്കും? പ്രഗ്നൻറ്റ് ലേഡീസിന് കൊടുക്കും. ഏത് പ്രഗ്നൻറ്റ് ലേഡീസ്? ഇപ്പം ഞാനൊരു പ്രഗ്നൻറ്റ് ലേഡിയാണ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവാണ്, O നെഗറ്റീവാണെന്ന് വിചാരിക്കുക. ഹസ്ബൻഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണെന്ന് വിചാരിക്കുക. എൻ്റെ കുഞ്ഞ് O പോസിറ്റീവ് ആവാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. സപ്പോസ് എൻ്റെ വയറ്റിനുള്ളിലുള്ള കുഞ്ഞ് O പോസിറ്റീവ് ആണ്, എൻ്റേത് O നെഗറ്റീവ് ആണ്. എൻ്റെ ശരീരം പക്ഷേ ഓൾറെഡി ആൻറ്റി ഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോംപ്ലക്സ് കൺസെപ്റ്റാണിത്. എൻ്റെ ശരീരം ആൻറ്റി ഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ആൻറ്റി ഡി പോയിട്ട് എൻ്റെ വയറിനുള്ളിലുള്ള കുഞ്ഞിൻ്റെ ഡി ആൻറ്റിജനുമായി റിയാക്ട് ചെയ്ത് കുഞ്ഞിൻ്റെ റെഡ് സെല്ലിനെ നശിപ്പിച്ച് കളയും. വയറിനുള്ളിലുള്ള കുഞ്ഞിൻ്റെ റെഡ് സെല്ലിനെ നശിപ്പിച്ച് കളഞ്ഞ് കുഞ്ഞിന് അനീമിയ ഉണ്ടാക്കും, അത് രക്തക്കുറവ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ കണ്ടീഷനിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഈ പറഞ്ഞ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡി ഇഞ്ചക്ഷൻ കൊടുക്കണം. ഈ ആൻറ്റി ഡി ഇഞ്ചക്ഷൻ നമ്മൾ ഈ പറഞ്ഞ ഈ ജെയിംസ് ഹാരിസൺ മാത്രമായിരിക്കില്ല, അതുപോലെ വേറെ ആളുകൾ ഉണ്ടാവും, പക്ഷേ ഹീസ് ഫേമസ്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഇഞ്ചക്ഷൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ 3 ലക്ഷത്തിൽ പരം കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലേ? ആള് ഡയറക്ട്ലി രക്ഷിച്ചു എന്നല്ല പറയുന്നത്. ഈ പറഞ്ഞ ഈ ഡൊണേഷൻ വഴി മരുന്നുണ്ടാക്കുന്നത് വഴി ഇത് ഇത്രയും കുട്ടികളെ ആള് ഇൻഡയറക്ട്ലി രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു 2 ആഴ്ച മുന്നാണ് ആള് മരിച്ചത്. മാർച്ചോ അങ്ങനെ എന്തോ അപ്പോഴാന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ O നെഗറ്റീവ്, AB നെഗറ്റീവ്, അതല്ലാണ്ട് പിന്നെയുള്ള നമ്മളിപ്പോൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കാണില്ലേ, ഇതൊരു ഭയങ്കര റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പേരുകളൊക്കെ കേൾക്കുമല്ലോ. എന്തായിരുന്നു എന്തോ ബോംബെ? അതെ, അങ്ങനത്തെ ശരിക്കും അങ്ങനത്തെ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ റെയർ ആയിട്ടുള്ള കുറച്ച് ബ്ലഡ് ഗ്രൂപ്പ് പേരുകൾ പറയോ? പറയാൻ ഒരുപാടുണ്ട്. എന്നാലും ഇപ്പം അല്ല, അത് നമുക്ക് ഒരുപാട് ബ്ലഡ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു 35 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ABO എന്നുള്ളത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, AB ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, പിന്നെ ഈ D എന്ന് പറഞ്ഞ RH എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞല്ലോ, അത് RH എന്ന് പറഞ്ഞാൽ വേറെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതുപോലെ നമുക്ക് ഒരുപാടുണ്ട്. കെല്ല്, കിഡ്, ഡഫി, MNS, ലൂതറാൻ, ലൂയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. ഞാൻ ഇപ്പോൾ 10 പറഞ്ഞിട്ടുള്ളൂ, ഇനി 40-35 എണ്ണം ബാക്കിയുണ്ട്. ഇനി ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. ഇന്ത്യനോ? അങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. അപ്പം ഇതിലൊക്കെ ഓരോ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മളൊരു കുടുംബ പേര് പറയാണ്. അപ്പോൾ എൻ്റെ വീട്ടുപേര് കണ്ണനായിക്കലാണ്. അപ്പോൾ കണ്ണനായിക്കൽ എന്നുള്ളതാണ് ഒരു പറഞ്ഞ കെൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു RH എന്ന് പറഞ്ഞത്. ഈ RH എനിക്ക് D ഉണ്ട്, E ഉണ്ട്, C ഉണ്ട്. അതിൽ തന്നെ ക്യാപിറ്റൽ E ഉണ്ട്, സ്മോൾ E ഉണ്ട്, ക്യാപിറ്റൽ C ഉണ്ട്, സബ് ഡിവിഷൻസ് പോലെ. അപ്പം ഈ കണ്ണനായിക്കൽ എന്ന് പറഞ്ഞ ഒരു മുകളിലുള്ള പേര്, അതിൻ്റെ ഇടയിൽ വേറെ കുറേ ആളുകളുണ്ട്. അപ്പം ഇതൊക്കെ ആൻറ്റിജനുകളാണ്. അപ്പം 35 മുതൽ 40 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ഏകദേശം 400 ആൻറ്റിജൻ ഉണ്ട്. ഇതെല്ലാം മാച്ച് ആണോ എന്ന് ഒരാൾക്ക് നോക്കാൻ പറ്റില്ല. ഇതെല്ലാം മാച്ച് ആണോ എന്ന് നോക്കിയിട്ട് കൊടുക്കൽ പ്രാക്ടിക്കലി പോസിബിൾ. അവിടെയാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിങ്. നേരത്തെ എന്നോട് ചോദിച്ചു, എടുക്കുന്നതും കൊടുക്കുന്നതും തമ്മിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനിടയിൽ എന്താ നടക്കണതെന്ന്. ഈ പ്രോസസ്സുകളാണ് നടക്കുന്നത്. നമ്മളൊരു ആൻറ്റിബോഡി സ്ക്രീനിങ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ആൻറ്റിബോഡി ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്. അതിൽ കിട്ടാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ആൾക്കെതിരായിട്ട് സ്പെസിഫിക്കലി എന്തെങ്കിലും ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ക്രോസ് മാച്ചിങ് ചെയ്യും. അതിൻ്റെ ക്രോസ് മാച്ചിങ് ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഈ കെൽ എന്ന് പറഞ്ഞൊരു ആൻറ്റിബോഡി ആണെങ്കിൽ ഭയങ്കര ചിലതൊന്നും ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല, ചിലതൊക്കെ ഭയങ്കര ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡിയിൽ ഒരു ആൻറ്റിബോഡി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കെല്ലൊക്കെ കുട്ടികൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ നേരത്തെ ഒരു പ്രോസസ്സ് പറഞ്ഞില്ലേ, വയറിൻ്റെ ഉള്ളിൽ ആൻറ്റിബോഡി പോയി അനീമിയ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ചില ആൻറ്റിബോഡീസ് ഒക്കെ ഭയങ്കര നോട്ടോറിയസ് ആണ്, ഇങ്ങനെ ഇൻ യൂട്രോ ഈ പറഞ്ഞ പ്രോസസ്സ് കൂടെ കുട്ടിക്ക് അനീമിയ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഏതാണ് ആൻറ്റിബോഡി സ്ക്രീനിങ് ചെയ്യണം.
ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് കണ്ടെത്തണം, ക്രോസ് മാച്ച് ചെയ്യണം. അങ്ങനെ ഒരു അതിന് നമ്മൾ പറയുന്നതാണ് ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞ പോലെ ഉള്ളതാണ് ഇമ്മ്യൂണോ ഹെമറ്റോളജി. എല്ലാം ഒന്നും പറയണ്ട, പക്ഷെ എന്നാലും ഇങ്ങനെ ഈ ബോംബെ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പറയണ പോലെ ഉള്ള രസമുള്ള കുറച്ച് ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര്. ബോംബെ എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞു എ ഉണ്ട്, ബി ഉണ്ട്. ഈ എയും ബിയും ഉണ്ടെങ്കിൽ എ ബി എന്ന് പറയും, എയും ബിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഓ എന്ന് പറയും. ഈ എക്കും ബിക്കും ഒരു അച്ഛനുണ്ട്, അതായത് ഒരു എച്ച് എന്ന് പറഞ്ഞൊരു ആൻറ്റിജൻ ഉണ്ട്. ഈ എച്ച് ഉണ്ടെങ്കിലാണ് ഈ എയും ബിയും ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാവർക്കും എച്ച് ഉണ്ടാവും. ഈവൻ ഓ ഉള്ള ആൾക്ക് പോലും എച്ച് ഉണ്ടാവും. ചിലർക്ക് എച്ച് പോലും ഉണ്ടാവില്ല. എച്ച് ഇല്ലാത്ത ആളെയാണ് നമ്മൾ ബോംബെ എന്ന് പറയുന്നത്. അത് ബോംബെയിലാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഈ ബോംബെ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ എച്ച് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഓ പോലും കയറ്റാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഒ നെഗറ്റീവ് ആർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോംബെ ഉള്ള ആൾക്ക് ഒ നെഗറ്റീവ് പോലും കൊടുക്കാൻ പറ്റില്ല. ആൾക്ക് ബോംബെ തന്നെ കൊടുക്കണം. കാരണം ആളുടെ ഈ എയുടെയും ബിയുടെയും അച്ഛനായിട്ടുള്ള എച്ച് ഇല്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ ആൻറ്റി എ, ആൻറ്റി ബി, ഈവൻ ആൻറ്റി ഒ വരെ അവിടെ റിയാക്ട് ചെയ്യും. അപ്പോൾ ബോംബെ ഉണ്ടെങ്കിൽ ബോംബെ തന്നെ. അപ്പോൾ അത് വളരെ കുറച്ച് ആളുകൾക്കുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ പറ്റും ആർക്കൊക്കെയാണ് ഇവിടെ ബോംബെ ഉള്ളത്. കാരണം നമ്മുടെ ബ്ലഡ് ബാങ്ക് എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഐഡിയ ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ എൻ്റെ അവിടെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഒരു ബോംബെക്കാരൻ വരികയാണെങ്കിൽ, ബോംബെക്കാരൻ എന്ന് പറഞ്ഞാൽ ബോംബെ എന്നുള്ള ആളല്ല, ബോംബെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് അപ്പം ഞാൻ ഓൾറെഡി ബ്ലഡ് കണ്ടെത്തണം. അപ്പം നമ്മൾ ഓൾ കേരള അല്ലെങ്കിൽ ചിലപ്പോൾ അക്രോസ് ദ സ്റ്റേറ്റ് പോകേണ്ടി വരും. ഞാൻ ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും, അവരുടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവും. ചിലപ്പോൾ എക്സ്പയറി ആവാനൊക്കെ നേരത്തെ പറഞ്ഞ് നമ്മൾ ഓരോ ഘടകങ്ങൾ ഓരോ സമയത്തേക്ക് ഇപ്പോൾ 35ാമത്തെ ദിവസമായിരിക്കും ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരേണ്ടി വരും, എന്നിട്ട് ആൾക്കത് കയറ്റണം. അപ്പോൾ ഈ ബോംബെയാണ് ഒരു ഇതുപോലെ തന്നെ പാരാ ബോംബെ എന്നുണ്ട്, ഇതിൻ്റെ ഒരു ട്വിസ്റ്റഡ് വെർഷനാണ്. ഇതൊക്കെ സിനിമയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെ പേരും കൊണ്ട് നമ്മള് മിന്നാരം സിനിമയിൽ ബോംബെ നെഗറ്റീവ് അല്ല, അതിൽ പറയുന്നത് ശോഭനയ്ക്ക് വരുന്നത് പോളിസൈത്തീമിയ റൂബ്രാവെറ എന്നാ പറയുന്നത്. അതെന്താ വെച്ചാൽ അത് ഒരു റൂബ്രാവെറ എന്ന് പറയുന്നത് അത് ഒരു ലുക്കീമിയ അല്ല, എന്നാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ക്രമാതീതമായി കൂടി 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 നേരത്തെ പറഞ്ഞു നമ്മുടെ നോർമൽ ഒരു മെക്കാനിസം ഉണ്ട്, ഫ്ലഷ് പോലെ നമ്മൾ നോർമലി ഇപ്പം എൻ്റെ എൻ്റെ ശരീരത്തിലൊരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ടാവും 16 HP 16. അപ്പം ഞാൻ ഒരു ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അത് 15 ആവും. 1 ഗ്രാം ഡ്രോപ്പ് വരും, തിരിച്ചത് 16ലേക്ക് വരും. ചില ആളുകളുടെ ശരീരത്തിൽ ഇതിങ്ങനെ കൂടി 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 പോകും. 16, 17, 18, 19, 22 വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബ്ലഡിൻ്റെ കൊഴുപ്പെന്നല്ല, അതിൻ്റെ ഒരു തിക്നെസ് കൂടും. ബ്ലഡിന് ചുവന്ന കളർ വരാൻ കാരണം ഈ പറഞ്ഞ റെഡ് ബ്ലഡ് സെല്ലാണ്, അതിൻ്റെ റെഡ് കളറാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനമാണ് ഈ റെഡ് കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് അളവിലുണ്ടായാൽ, നേരത്തെ പറഞ്ഞ മറ്റേ സ്പോർട്സ് താരങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ഈ RBCയുടെ എമൗണ്ട് കൂടും. അത് അവരെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഈ പോളിസൈത്തീമിയ റൂബ്രാവെറ എന്ന് പറഞ്ഞാൽ അത് ക്രമാതീതമായി നോർമലി അങ്ങോട്ട് കൂടി പോവാണ്, കൺട്രോൾ ഇല്ലാതെ. അപ്പോൾ അവർക്കത് പലയിടത്തും പല പ്രശ്നങ്ങളും വരും, ബ്ലീഡിങ്ങും പിന്നെ തലകറക്കം. ഈ ഡിപ്പെൻഡൻറ്റിങ് ഏരിയാസ്, അതായത് നമ്മുടെ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ ആ ഏരിയയിലൊക്കെ നേരത്തെ പറഞ്ഞ RBC ഡിസ്ട്രക്ഷൻ നടക്കും. നോർമലി RBC ഒരു ഡിസ്ട്രക്ഷൻ പ്രോസസ്സ് എല്ലാ ദിവസവും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ ഡിസ്ട്രക്ഷൻ, അപ്പോൾ ചൊറിച്ചിൽ വരും. അവിടെ ഈ പറഞ്ഞ ബിലിറൂബിനൊക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ചൊറിച്ചിൽ വരും. അപ്പം ഇതിൻ്റെ സിംറ്റംസ് വരും, പോളിസൈത്തീമിയയുടെ സിംറ്റംസ് ഒക്കെ ഇതാ. ഈ പറഞ്ഞ ഡിപ്പെൻഡൻ്റ് ഏരിയാസിൽ നമ്മൾ ചൊറിച്ചിൽ വരുന്നു, തലകറക്കം. കാരണം ബ്ലഡിന്റെ തിക്നെസ് കൂടുമ്പോൾ ബ്രെയിനിലേക്ക് ഒഴുകി പോകാനായിട്ട് സമയം കുറയും. അതുകൊണ്ടാണ് ശോഭന അതിൻ്റെ അത് തല ഇറങ്ങിയൊക്കെ വീഴുന്നത്, മൂക്കിക്കൂടെ ഒക്കെ ബ്ലീഡിങ്. എഴുതിയ ആളോട് ചോദിക്കണം. പക്ഷെ എന്നാലും അതാണ് ആ ലാലു അലക്സ് അവിടെ പറയുന്നതാണ് പോളിസൈത്തീമിയ റൂബ്രാവെറ എന്ന് പറയുന്നത്. അതൊക്കെ ശരിക്കുള്ള രോഗങ്ങളായിരുന്നല്ലേ, ദൈവമേ മാപ്പ്. അപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടോ, അവിടെയാണ് വേറൊരു കാര്യമുണ്ട്, പേഴ്സണലൈസ്ഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ മെഡിസിൻ. ഇപ്പോൾ ഇന്ന സാധനം ഇതിലൊരു മ്യൂട്ടേഷൻ നോക്കും, ആ മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ. മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ, മ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ. അപ്പോൾ അവിടെയാണ് ഈ പേഴ്സണൽ, ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ആകെ പലയിടത്തും കണക്റ്റഡ് ആണ്. പറഞ്ഞ പേഴ്സണലൈസ്ഡ് മെഡിസിനും മനസ്സിലായി. ഇപ്പം നമ്മൾ ഈ ഓർഗൻ ഡൊണേഷനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നതാണ്. അതുപോലെ സിനിമകളിൽ വളരെ റെയർ ആയിട്ടാണെങ്കിലും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്ലഡ് കാശിന് മേടിക്കുന്നതും കാശിന് ആളുകൾ വിൽക്കുന്നതും ഒക്കെ. അതായത് നമ്മളിപ്പോൾ നേരത്തെ കിഡ്നി വിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ട്? ഈസർ ഒരു ബ്ലാക്ക് മാർക്കറ്റ് പോലെ ബ്ലഡിന്? ഇന്നത്തെ കാലത്തില്ല, ബ്ലാക്ക് മാർക്കറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പം നമുക്ക് ബ്ലഡ് ബാങ്കിൽ ചിലവരൊക്കെ കാണുമ്പോൾ അറിയാം, അതായത് കാണുമ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ അവരുടെ ലുക്ക് വെച്ചിട്ട് കാണുമ്പോൾ അറിയാമെന്നല്ല, ഇയാളെ ഞാൻ 1.5 മാസം മുന്നേ കണ്ടതല്ലേ.
അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ബ്ലഡ് ബാങ്ക് പ്രോസസ്സൊക്കെ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അയാൾ 1.5 മാസം കഴിഞ്ഞ് വന്ന് ഫിംഗർ പ്രിൻ്റ് വയ്ക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ 1.5 മാസം മുന്നേ വന്നതാണെന്നൊക്കെ അറിയാം. ഫോൺ നമ്പർ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടെ പിടിക്കും. പക്ഷേ അല്ലാത്തൊരു ബ്ലഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാം മാനുവൽ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും വന്ന് ചിലപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ആ സമയത്ത് പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, 1-2 തവണ അതുപോലെ 1-2 ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ് ഇപ്പം, അങ്ങനെ വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു പെയ്ഡ് ഡൊണേഷൻ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വോളണ്ടറി നോൺ റെമ്യൂണറേറ്റഡ് ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആ ഒരു ആൾട്രൂയിസ്റ്റിക് ഫീലിംഗ് ഒക്കെ ഉണ്ട്. അതായത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് വളരെ കുറവാണ്. നേരത്തെ ഒരു പ്രിസിഷൻ മെഡിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ്റെ ഒരു കാര്യം കൂടെ പറയേണ്ടായിരുന്നു. ആഞ്ചലീന ജോളി ഇല്ലേ, ആഞ്ചലീന ജോളി ഇതുപോലെ ഒരു ജീനോമിക്സ് NGS എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. NGS എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ DNA എടുക്കുക, എൻ്റെ ജനിതക ഘടന എല്ലാവർക്കും ഒരു യുണീക്കായിട്ടുള്ള DNA സീക്വൻസ് ഉണ്ടാവും. അത് മൊത്തത്തിൽ അങ്ങോട്ട് നിരത്തി വയ്ക്കും. സിമ്പിളായിട്ട് കഥ പോലെ പറഞ്ഞു കേട്ടോ. അത് മൊത്തത്തിൽ അങ്ങോട്ട് നിരത്തി വയ്ക്കും. എന്നിട്ട് നോർമലി കാണാത്ത മ്യൂട്ടേഷനുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യും. എന്നിട്ട് ആ മ്യൂട്ടേഷനുകളെല്ലാം നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെ അസുഖം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ NGS സീക്വൻസിങ്, ഹ്യൂമൻ ജീനോമിനെ നമ്മൾ സീക്വൻസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ടോ. ഇതൊരു പാൻഡോറ ബോക്സ് തുറക്കുന്ന പോലെയാണ്. നമുക്ക് ഡയബറ്റീസും അതും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നത്. നമ്മൾ അതിൻ്റെ പുറകെ ഓടണം എന്നല്ല, പക്ഷേ റിസ്ക് ഇത് ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്യണം. ഇതൊക്കെ ശരിക്കും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ക്ലിനിക്കലി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിക്കോഷണറി മെഷർ എടുക്കാം. അപ്പോൾ ആഞ്ചലീന ജോളി ഇതുപോലെ അവരുടെ ജീൻ സീക്വൻസ് ചെയ്തിട്ട് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി അവരുടെ 2 ബ്രസ്റ്റ് അവർ റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ്. അതാണ് ഷീ ഹാഡ് 85% ചാൻസസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, സോ ഷീ റിമൂവ്ഡ്. അപ്പോൾ അതിനുള്ള മ്യൂട്ടേഷൻ ആളുടെ ജനറ്റിക് സീക്വൻസിങ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അവർ പ്രിക്കോഷണറി മെഷർ എന്ന് പറഞ്ഞാൽ ആ ബ്രസ്റ്റ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. പിന്നെ അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ NGS എന്ന് പറയുന്ന ഈ സംഭവം ആക്ച്വലി ഈസ് ഇറ്റ് എക്സ്പെൻസീവ്? അതായത് ഞാനിത് ഇതുപോലെ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇത് നമ്മൾ സാധാരണക്കാർക്ക്, അതായത് വളരെ നല്ല കാര്യമാണല്ലോ നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യാന്നുള്ളത്, അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ പൈസ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പം ഒരാളുടെ NGS എനിക്കിതുപോലെ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായി NGS ചെയ്യണമെങ്കിൽ ഒരു 25,000 to 30,000 ഉണ്ടെങ്കിൽ ചെയ്യാം. എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് ആണ്. ഈ പറഞ്ഞ 30,000 ഇസ് എൻ എക്സ്പെൻസീവ് എമൗണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇന്ന അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ എനിക്ക് ആ പോയിന്റിൽ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ്, നമുക്ക് ചിലപ്പോൾ അസുഖത്തിന് തടുക്കാൻ പറ്റില്ല, പക്ഷേ വരുന്നത് നീട്ടാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് പ്രായം തൊട്ട് ആളുകൾക്ക് ചെയ്യാം NGS? ഈ പറഞ്ഞ ബക്കൽ സാബ് എവിടെ നിന്ന് കിട്ടുമോ ആർക്കൊക്കെ ചെയ്യാം. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ ജനറ്റിക് സീക്വൻസ് അവിടെ ഉണ്ടാക്കി. നമ്മുടെ ജാതകമാണത്, മനസ്സിലായി. ജാതകം എഴുതി വെച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വിടുന്നത്. എന്ന് പറഞ്ഞ പോലെ സീക്വൻസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് മനുഷ്യൻ ഈ കുഞ്ഞെ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. അവർ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പറഞ്ഞ ജനറ്റിക് DNA ടെസ്റ്റിങ്ങിലൂടെയാണ്. കാരണം അവർക്ക് ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ബോഡിയിൽ നിന്നുള്ള DNA എടുത്ത് അവരുടെ റിലേറ്റീവ്സിന്റെ DNA എടുത്ത് രണ്ടും കൂടെ മാച്ച് ചെയ്തിട്ടാണ് അവർ ബോഡീസിനെ ഐഡന്റിഫൈ ആളുകളെ മനസ്സിലാക്കിയത്. ബേസിക്കലി NGS ആണ് അതൊക്കെ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ, അതായത് നേരത്തെ ഒരു 10-15 വർഷം മുന്നേ ഇല്ലാത്ത ഒരു ട്രെൻഡാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ലേഡീസിനും അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് കോൾ വരും സ്റ്റെം സെൽ പ്രിസർവേഷന് വേണ്ടിയിട്ട്, കോഡ് ബ്ലഡ് ബാങ്കിങ്. അപ്പോൾ അത് ഈ സ്റ്റെം സെൽ എടുത്ത് വെക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ കുഞ്ഞിന് ഭാവിയിൽ എന്ത് അസുഖം വന്നാലും അത് ട്രീറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് പറയും. പക്ഷേ ഇറ്റ് ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ ചെയ്യാറുള്ളൂ. ശരിക്കും സ്റ്റെം സെൽ കുഞ്ഞുങ്ങളുടെ ആ ജനന സമയത്ത് എടുത്ത് വെക്കുന്നത് നല്ലതാണോ? അത് ഉപകാരമുള്ള കാര്യമാണോ? ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം ലാസ്റ്റിലേക്ക് വെച്ചല്ലേ. അതെ, ഞാൻ ഉത്തരം പറയാം. ഞാൻ ഇപ്പം ഈ പറഞ്ഞ ആക്ച്വലി കോഡ് ബ്ലഡ് ബാങ്കിങ് എന്നതിന് പറയുന്നത് സ്റ്റെം സെല്ലാണ് കോഡ് ബ്ലഡിൽ നിന്ന് എടുക്കുന്നത്. മറ്റേ അംബിലിക്കൽ കോഡിൽ നിന്ന് എടുക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു നോർമലി എൻ്റെ ബ്ലഡിൽ 1% താഴെ മൂലകോശം ഉണ്ടാവുള്ളൂ. സ്റ്റെം സെല്ലിന്റെ അവൈലബിലിറ്റി കുറവാണ്. സ്റ്റെം സെൽ ഡൊണേഷന്റെ സമയത്താണ് നമ്മൾ ഈ മരുന്ന് കൊടുത്തത് പുറത്തേക്ക് ചാടിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അത് ഇച്ചിരി കൂടെ കൂടുതലുണ്ടാവും. കാരണം അവർ ഭയങ്കര നെയ്വാണ്. അപ്പം ഈ കോഡ് ബ്ലഡിൽ നിന്നുള്ള സ്റ്റെം സെല്ലിനെ എടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഗുണമുണ്ട്, എന്നാൽ ഭൂരിഭാഗം ഗുണമില്ല. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ കാര്യമാണ്. ഏതാണ്ട് എത്ര % ഗുണമുണ്ട്, എത്ര % ഗുണമില്ല? അല്ല, ഇത് വെച്ചാൽ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മളെ
വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആ ചോദ്യം ചോദിച്ചത് എത്ര ശതമാനം സാധ്യതയുണ്ട് എന്നെ വണ്ടി ഇടിക്കാൻ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതെന്താ വെച്ചാൽ നമ്മൾ കോഡ് ബ്ലഡ് ബാങ്കിങ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നോർമലി എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്താൽ അതിൽ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് സ്റ്റെം സെൽ ഉണ്ട്. അത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം, പ്രിസർവ് ചെയ്ത് അത് സ്റ്റോക്ക് ചെയ്ത് കാലങ്ങളോളം വർഷങ്ങളോളം വെക്കാം. പക്ഷേ ഇത് എടുക്കുന്ന ഡോസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ബ്ലഡ് വോളിയം തന്നെ ഒരു വളരെ കുറവാണ്. അപ്പം ഈ കുഞ്ഞായിരിക്കുമ്പോൾ എന്തെങ്കിലും എന്തസുഖം വന്നാലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എവിടെയൊക്കെ ഇഫക്റ്റീവ് ഉണ്ടോ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം ബ്ലഡ് ക്യാൻസർ, വേറെയും കുറേ പർപ്പസിന് ഇപ്പോൾ സ്റ്റെം സെൽ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത് യൂസാണ്. പക്ഷേ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന വോളിയം വളരെ കുറവാണ്. സെൽ ഡോസ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെം സെല്ലൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഡോസ് കണക്കാക്കിക്കൊണ്ട് പെർ kg ഇത്ര കിലോയ്ക്ക് ഇത്ര എന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കളക്ട് ചെയ്യുന്ന സെൽ ഡോസ് മിക്കവാറും ഇന്നപ്രോപ്രിയേറ്റ് ആയിരിക്കും. കാരണം ആ കുഞ്ഞാണ്. ആ കുഞ്ഞ് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ആവുള്ളൂ. ഈ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു അഡൽട്ടായി വരുമ്പോൾ ഈ പറഞ്ഞ അസുഖം വന്നാൽ ഇത് യൂസ് ആവില്ല. അതായത് ഇത് തികയില്ല. യൂസ് ആവില്ല എന്നല്ല, അത് ഡോസ് ഇന്നപ്രോപ്രിയേറ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ വേറെ ഓപ്ഷൻ നോക്കേണ്ടി വേറെ ഓപ്ഷൻ വേറെ ഡോണറിൻ്റെത് ഈ പറഞ്ഞ HLA മാച്ചൊക്കെ നോക്കി ഉള്ള പ്രോസസ്സ് വേണം. അപ്പം അത് എല്ലാവരും മാർക്കറ്റിംഗ് ആണ്. അല്ല, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ യൂഷ്വലി ഇപ്പോൾ 2 കുട്ടികളുള്ള പാരൻസ് ആണ്. ഫസ്റ്റ് കുട്ടിയുടെ സ്റ്റെം സെൽ എടുത്ത് ഇതുപോലെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് കുട്ടി വരുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടായാലും അല്ല ഇതിന് മുന്നുള്ള കുട്ടിക്കൊക്കെ എന്ത് പ്രശ്നം വന്നാലും ഈ സിബ്ലിങ്ങിൻ്റെ സ്റ്റെം സെൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെടുത്തുനിന്ന്. എന്ത് പ്രശ്നം ഉണ്ടായാലും നടക്കില്ല. ഈ പറഞ്ഞ പോലെ സ്റ്റെം സെൽ എവിടേക്ക് ഇഫക്റ്റീവ് ആവോ അവിടെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഡോസ് കുഞ്ഞായിരിക്കുമ്പോഴേ നടക്കുള്ളൂ. കുഞ്ഞ് വളർന്നു വലുതായി അഡൽട്ടായി കഴിഞ്ഞിട്ടുള്ള പിന്നെ ഡോസ് തികയില്ല. എന്നോട് പലരും ഇപ്പം കോഡ് ബ്ലഡ് ബാങ്കിങ് ചെയ്യുന്നത് ഞാനാണ്, ഈ സ്റ്റെം സെൽ പ്രിസർവേഷൻ ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അതിന് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയും. അതായത് -196 ഡിഗ്രിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം എന്നോട് പലരും ചോദിക്കും. അപ്പം എനിക്കിത് ഉത്തരം യെസ്സും പറയാൻ പറ്റില്ല, നോവും പറയാൻ പറ്റില്ല. എനിക്കിത് ഈ കഥ വിവരിച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്നോട് എന്നോട് കമ്പനിക്കാർ ഈ പറഞ്ഞ ഇത് എല്ലാം ഐശ്വര്യ റായി എൻഡോർസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് ഇത് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് പിന്നെ നമ്മളിതെല്ലാം ഒരു പോസിറ്റീവ്, നേരത്തെ പറഞ്ഞു, ഒരു പോസിറ്റീവ് ചിന്തയിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പം അസുഖം വരും എന്ന് ചിന്തിച്ച് ഇപ്പം എനിക്ക് അടുത്ത ആഴ്ച ഒരു ഇൻഫെക്ഷൻ വരും, അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ആൻറ്റിബയോട്ടിക് ഒക്കെ മേടിച്ച് അടുത്ത ആഴ്ചയ്ക്ക് കരുതി വയ്ക്കാറുണ്ടോ? ഇല്ല. പക്ഷേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡോസ് തികയില്ല. ആ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് യൂസ് ഉള്ളൂ. അപ്പം അതിന് ഉത്തരം എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഉത്തരം കാണുന്നവർ അവരുടെ ലോജിക്കിന് വെച്ച് ഡിസൈഡ് ചെയ്തോളാം. പിന്നെ അതിനൊരു മെയിൻ്റനൻസ് കോസ്റ്റും ഉണ്ട്. ഈ പറഞ്ഞ സാധനം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അന്നൊക്കെ ഒരു 1.5 lakhs ആയിരുന്നു, ഇപ്പോൾ അത് 60,000 ആണ്. അപ്പം എനിക്ക് അത്രയും പൈസ മുടക്കുന്നത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ ചെയ്തോളൂ അല്ലേ? പ്രശ്നമുണ്ട് ഡോക്ടർ. അപ്പോൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് യു വോണ്ട് ടു ടെൽ ദം സംതിങ്? അല്ല, എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. ആരുടെയും ഇൻവിറ്റേഷനായി കാത്തു നിൽക്കാതെ എൻ്റെ ഫാമിലിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് കരുതി നിൽക്കാതെ, പിന്നെ നമ്മൾ എല്ലാ 3 മാസം കൂടുമ്പോൾ ഡൊണേറ്റ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് പണം കൊണ്ട് നേടാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഒരാളുടെ ജീവൻ നമ്മൾ കാരണം രക്ഷപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതൊന്നും പണം കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും 3-4 മാസം ഇടവിട്ട് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുക. പറയുമ്പോൾ ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്, പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ബെനിഫിഷ്യറീസ് ഉണ്ട്. നമ്മൾ പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. വൺസ് അഗൈൻ താങ്ക് യു എല്ലാവർക്കും.